നമസ്കാരം. പീപ്പിൾസ് കേരളയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുവള്ളി മണ്ഡലത്തിലാണ്. UDF-ന് വേണ്ടി PK ഫിറോസും LDF-ന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായി സലീം മടവൂരും BJP-ക്ക് വേണ്ടി ഗിരി പാമ്പാടനും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും വിജയലക്ഷ്യം? പീപ്പിൾസ് കേരള പബ്ലിക് ഒപ്പീനിയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പബ്ലിക് ഒപ്പീനിയനിൽ പങ്കെടുക്കുന്നത് 250 പേരാണ്. ഇനി കൊടുവള്ളി മണ്ഡലത്തിലെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. PK ഫിറോസ് ജയിക്കും. എന്തുകൊണ്ടാണ് PK ഫിറോസിന്റെ പേര്? ഭൂരിപക്ഷത്തോട്, കാരണം ഈ ഭരണം മാറണം എന്ന് എല്ലാവരും ആഗ്രഹിക്കും. അതുകൊണ്ടാണ് സലീം മടവൂർ തന്നെ ജയിക്കും. സലീം മടവൂർ എന്തുകൊണ്ട് അങ്ങനെ പേര് പറയണേ? നമ്മളെ നാട്ടുകാരനാണ്. പിന്നെ കഴിഞ്ഞ 5 വർഷം ഇവിടെ ഒരു വികസനം നടന്നില്ല. മുന്നേ സാഹിബ് ഉണ്ട്, അതിന് വയസ്സം മാറി വരണം എന്നാണ്. അതുകൊണ്ട് അങ്ങനെ പറയണേ? അങ്ങനെയാണ്. ആര് ജയിച്ചാലും കുഴപ്പമില്ല. തോറ്റാലോ? ഫിറോസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഫിറോസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ്. പിന്നെ ഇത് പരിചയമുള്ള ആളാണ്. ചെറുപ്പം മുതലേ MSF-ലൂടെ രാഷ്ട്രീയത്തിൽ ഫിറോസ് ജയിക്കുന്ന പറയുന്നത് തീർച്ചയായിട്ടും ജയിക്കും. സലീം ജയിക്കണം എന്നുള്ള. എന്തുകൊണ്ടാണ് സലീം ജയിക്കണം എന്ന് പറയുന്നത്? സലീം മൂപ്പർ പറഞ്ഞത് തന്നെ പൊതുസമ്മതനാണ് ഇവിടെ. അല്ല, മൂപ്പർ പറഞ്ഞല്ല, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കണം എന്നല്ല? നാട്ടിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആളാണ്. അത് ആരാണ്? സലീം മടവൂർ. ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കി. ആണോ? എന്താ ഉണ്ടായത്? എനിക്ക് ബസ്സിന്റെ കാര്യത്തിന് വേണ്ടി മൂപ്പർ സ്ഥലത്തേറ്റം പോന്നിരുന്നു. അത് വളരെ ഉപകാരപ്പെട്ട കാര്യമായി. അതുകൊണ്ട് ജയിക്കണം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ല നേതാവാണ്. LDF ജയിക്കണം. ആര്? സലീമ? സലീം മടവൂർ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സലീം മടവൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനകീയനാണ്, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ട്. ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന എൻ്റെ അമ്മ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത്, അപ്പോൾ ഹോസ്പിറ്റൽ കേസുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടേരം മൂപ്പര് ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കും. അതുകൊണ്ട് അപ്പോൾ നമുക്ക് നടന്ന കാര്യങ്ങളും ബാക്കിയുള്ള ജനങ്ങൾക്കും അങ്ങനെ തന്നെ ആവശ്യങ്ങൾ നടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. PK ഫിറോസ് UDF. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? UDF തരംഗമാണ് ഇപ്പം കേരളത്തില്. പിന്നെ കൊടുവള്ളി UDF അനുകൂല മണ്ഡലമാണ്. ഈ സലീമിനെ സംബന്ധിച്ച് പറയാം, ഓന് രാഷ്ട്രീയമല്ല. ഓന് പണ്ടേ കാലം രാഷ്ട്രീയമില്ലാത്ത മുമ്പായിട്ട് ഈ നാട്ടിലെ മടവൂർ പഞ്ചായത്തും എല്ലാ പഞ്ചായത്തിലും സാധാരണക്കാരും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫോൺ കോൾ ചെയ്താൽ മെഡിക്കൽ കോളേജിലെ വികസന സമിതിയിലെ ഒരംഗമാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം റുപ്യ ആടെ ഒരു എല്ലിന് വേണ്ടിയിട്ട് കമ്പി വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സാമ്പത്തികമല്ല. ഞാൻ സലീമിനെ വിളിച്ചാൽ പറഞ്ഞു, ഞാൻ വിളിച്ചോളാം, നീ പേടിക്കേണ്ട. ഫ്രണ്ട് വിളിച്ചിട്ട് ഒരു 5 പൈസ ഇല്ലാത്ത രൂപത്തിൽ ഞാൻ നിറവേറ്റി. ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തകൻ. ആര് ജയിക്കണം എന്നുള്ളതാണ്? സലീം ജയിക്കണം. ഏതാ പറയണ്ടേ ഇപ്പൊ? അത് നിങ്ങൾ പറയണം, ആര് ജയിക്കണം എന്നുള്ളത്. ആര് ജയിക്കണം ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂല. എന്താ അങ്ങനെ പറയാൻ പറ്റാത്തത്? പെട്ടെന്ന് പറയാൻ പറ്റൂല. അങ്ങനെയാണ്. UDF തന്നെ ജയിക്കാനാണ് സാധ്യത. UDF-ന്റെ മണ്ഡലമാണിത്. പിന്നെ ഒരു UDF തരംഗം ഉണ്ടല്ലോ, പിന്നെ ഭരണവിരുദ്ധ ഒരു ഇതുണ്ടല്ലോ മൊത്തത്തില്. അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത് UDF ജയിക്കാൻ മതിയോ? LDF പറഞ്ഞ സലീം പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സലീം നല്ല വ്യക്തിപരമായിട്ട് നല്ല ആളാണ്. ആർക്കും സഹായം ചെയ്തു കൊടുക്കും. ഇവിടെ തന്നെ ഒരു കുട്ടീനെ എടുത്ത് വളർത്തിണ്ടായിരുന്നു. ഒരു 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ എടുത്ത് വളർത്തി, പിന്നെ അതിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത്. അതൊരു അധ്യാപകനെ കല്യാണം കഴിച്ചത്. എവിടെയുള്ള കുട്ടീനെ? അത് എവിടെ ദത്തെടുത്ത് വളർത്തിയാണ്. അതുകൊണ്ടാണ് വരണം? അല്ല, അതുകൊണ്ടല്ല. അല്ലെങ്കിലും ഇവിടെ പെൻഷനും കാര്യങ്ങളും എല്ലാം കൊണ്ടും LDF തന്നെ വരണം. 100%. ഫിറോസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒന്ന്, ഭരണവിരുദ്ധ വികാരം. അത് 100% കേരളത്തിൽ പ്രതിഫലിക്കും. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിന് മുമ്പ് തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് ജനങ്ങൾ ഈ സർക്കാരിനെ വെറുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ജയിക്കും, 100% ജയിക്കും. 25,000 വോട്ടിന് ഫിറോസ് കൊടുവള്ളി അസംബ്ലി മണ്ഡലത്തിൽ വിജയിക്കും. യാതൊരു തർക്കമില്ല. ഓക്കെ, 25,000 ജയിക്കും. പറയോ? ഇല്ല, കൂടുതലും 25,000-ന് അടുത്ത് വോട്ടും ജയിക്കും. 4,000 റുപ്യ പെൻഷൻ. ഇതുകൊണ്ടാണ് ജീവിതം. പിന്നെ ഇത് ഉരുട്ടി കാര്യം. ഇവിടെ ആര് ജയിക്കണം എന്നുള്ളതാണ്? ഇവിടെ LDF ജയിക്കണം. സലീമ? അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥി ആരായാലും. എന്തുകൊണ്ടാ? ഇത് ഞങ്ങളുടെ ജീവിതം, ഉപജീവനം, വയറ്റിപ്പഴപ്പല്ലേ. അപ്പൊ എനിക്ക് ഭാര്യയ്ക്ക് കൂടി 4,000. മുമ്പ് നാളത്തെ കാര്യം ആലോചിച്ചിട്ട് നാളെ എന്ത് ജീവിക്കൂ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ജയിക്കണം പറയുന്നത്. ജയിക്കണം പറയുന്നത് 2 ഈക്വലാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതെന്നാണ് ഫിറോസും യോഗ്യനാണ്, സലീമും യോഗ്യനാണ്. സലീമിനെ നമ്മളെ നാട്ടുകാരനാണ്. ആ രീതിയിൽ അവൻ ജയിക്കണം എന്നുള്ള ഉദ്ദേശമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ലൊരാളാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? പൊതുസേവകൻ എന്നുള്ള രീതിയിൽ അയാൾ മുന്നിൽ തന്നെ ആണോ? ഫിറോസ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ അടുത്ത് ഒരു വികസനം കൊണ്ടുവരാൻ കഴിയുന്ന സലീം മടവൂർ. എന്തുകൊണ്ടാണ് സലീം മടവൂരിന്റെ പേര് പറയുന്നത്? സലീം മടവൂർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തനം. എന്തുകൊണ്ടാണ് നല്ല സാമൂഹ്യ പ്രവർത്തനമാണ്? നല്ല സാമൂഹ്യ പ്രവർത്തനം ഓനെ ഞങ്ങൾ വർഷങ്ങളായിട്ട് അറിയുന്നതുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങളും മെഡിക്കൽ കോളേജിലെ പിന്നെ ഇതിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ
വികസന സമിതിയിൽ അംഗാണ്. അപ്പൊ ആരെ വിളിച്ചാലും എപ്പോ വിളിച്ചാലും ആൾ ഓൺലൈൻ ഇതിൽ ഉണ്ടാവും. ആണ്. ഓണുണ്ട്. അതുകൊണ്ടാണ് വരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. പിന്നെ മറ്റേ ഫിറോസിനെ കാണുന്ന കത്തുകൽ കുട്ടീനെ ഓർമ്മ വന്നാള്. കത്തുകൽ കുട്ടീന്റെ ഫണ്ട് ചാമ്പ്യ ഓർമ്മ വന്നാളും. ഇത്ര ചെറുപ്പത്തിൽ ഓൻ അത്ര പൈസ അങ്ങനത്തെ പിരിച്ച പൈസ ചാമ്പ്യ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് ആലോചിച്ചാൽ മതിയല്ലോ. ആരാ ജയിക്കേണ്ടത്? സലീം മടവൂര് ആണ്. ചോദിക്കാനൊന്നുമില്ല. LDF വരണം. ഫിറോസ് ആയിരിക്കും എന്തുകൊണ്ടാണ് ഫിറോസിന്റെ പേര് പറയുന്നത്? മാറ്റങ്ങൾ വരുന്ന നോക്കിയിട്ട് മാറ്റങ്ങൾ വരുന്നില്ല. ശരിയായിരിക്കും, അറിയില്ല. അദ്ദേഹം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം. അപ്പൊ എന്തായാലും പി കെ ഫിറോസ് ജയിക്കും. രാഷ്ട്രീയത്തിൽ അങ്ങനത്തെ ആളൊന്നല്ല ഞാൻ. ആണോ? അല്ല. അല്ല, എന്തുകൊണ്ടല്ലാത്ത? നമ്മുടെ ആവശ്യം വോട്ട് ചെയ്യുന്ന അത്രയാണ്. അങ്ങനെയാണ്. ആണ്. ഇവിടെ ജയിക്കുന്ന വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിൽ മുന്നേറ അവിടെ ജയിച്ചു. ആ. അറിയപ്പെട്ട വികസന പ്രവർത്തനമൊന്നും ഇതുവരെ നടന്നിട്ടില്ല. നടന്നിട്ടില്ല. അവിടെ കാണാനില്ല. ആ. പിന്നെ പയാൾ ജയിച്ചിട്ട് കാര്യം മറ്റാകുമ്പം ഭരണപക്ഷത്തിലുള്ള ആര്? സലീം മടവൂര് നല്ലൊരു വ്യക്തിയാണ്. ആ. സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അയാൾ ജയിക്കണം അയാൾ എന്നാണ് പറയുന്നത്. ജയിച്ചാൽ നമുക്ക് ഈ കൊടുവള്ളി മണ്ഡലത്തിന് ഒരു ഗുണം കിട്ടും. സലീം എന്തുകൊണ്ടാണ് സലീമിന്റെ പേര് പറയുന്നത്? സലീം ഒരു ജനകീയനാണ്. ആണോ? സലീം മടവൂർ എന്ന് പറഞ്ഞാൽ ജനകീയനാണ്. എല്ലാ രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവർക്കും വേണ്ടി ഗുണങ്ങൾ ചെയ്യുന്ന ആളാണ്. ആരെന്ത് വിഷയം ചെന്ന് പറഞ്ഞാലും അയാളെ അത് രാഷ്ട്രീയമോ മതമോ നോക്കാതെ അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയാണ്. അതുകൊണ്ടാണ് ജയിക്കണം എന്ന് പറയുന്നത്. ജയിക്കണം എന്ന് പറയുന്നത്. പി കെ ഫിറോസ് ജയിക്കണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പി കെ ഫിറോസ് യുവനിരാണല്ലോ. സമര നായകനാണ്. അതുകൊണ്ട് പി കെ ഫിറോസ് ജയിക്കണം എന്ന് പറയുന്നത്. അതെ അതെ. ഇപ്പൊ രണ്ടാളും കിടാകിടായിട്ടാണ്. അങ്ങനെ പറയുന്നത്. അല്ല, അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ രണ്ടാളും ഒരേ ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ എന്നാലും കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് പിന്നെ പി കെ ഫിറോസ് ആണ്. കാരണം മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ഇവിടെ. അതിന്റെ പേരിൽ അവരാണ് കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. രണ്ടാളും കടാകട നിൽക്കുന്നത് എന്ന് പറയുന്നതുകൊണ്ടാണ്. രണ്ടാളും കിടാകിട നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോ എന്താ പറയാ, രണ്ടാളും നല്ല സ്ഥാനാർത്ഥികളാണ്. രണ്ടാളും അറിയപ്പെടുന്നവരാണ്. രണ്ടാളും സാമൂഹിക പ്രവർത്തകരാണ്. നല്ല നേതാക്കന്മാരാണ് രണ്ടാളും. സലീം ഖാൻ ജയിക്കും. എന്തുകൊണ്ടാണ് സലീമിന്റെ പേര് പറയുന്നത്? ജയിക്കാന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ പ്രഗത്ഭ സ്ഥാനാർത്ഥിയാണ്. നാട്ടില് എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലക്ക് സലീം ഖാൻ ആണ്. ഇപ്പോൾ ഇവിടുത്തെ തൊഴിലാളി വിഭാഗത്തിന്റെ ഒക്കെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇവിടെ UDF നേതൃത്വത്തിൽ സർക്കാർ വരണം, സമാധാനം പുലർത്തണം. അതാണ്. മറ്റു എന്ത് തെറ്റ് ചെയ്താലും പിന്നെ അവരെ ശിക്ഷിക്കുന്നില്ല. അതുപോലെ പിന്നെ പിൻവാതിൽ നിയമനമോ അങ്ങനെ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കോടിക്കണക്കിൽ എത്ര 1000 കോടി അവിടെ വരും. സലീം ജയിക്കണം. സലീം മാഷ് ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയാം? നാടിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരാളാണ്. അയാൾ അധികാരത്തിൽ ഇല്ലാത്ത സമയത്ത് പോലും ഈ പറയുന്ന എനിക്ക് തന്നെ 1,35,000 രൂപേന്റെ ഒരു സ്കീം അയാൾ ശരിയായി തന്നു. ആണോ? ഹാർട്ട് ഓപ്പറേഷൻ ആണ്. ജയിക്കണം. അപ്പൊ കൊടുവള്ളിക്ക് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു MLA ആയിട്ട് വരാൻ പോകുന്നത് പി കെ ഫിറോസ് സാഹിബാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എല്ലാ നിലക്കും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ചെറുപ്പകാലം മുതൽ സ്കൂൾ തലം മുതൽ വളർന്നു വന്നിട്ട് എല്ലാ നിലക്കും MSFലായാലും യൂത്ത് ലീഗിലായാലും പി കെ ഫിറോസ് ജയിക്കണം എന്ന് പറയുന്നത്. പി കെ ഫിറോസ് ജയിക്കണം. സലീം മടവൂര് ജയിക്കണമെന്നാണ് വിചാരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഇതിന്റെ മുന്നേ ഒരു 5 വർഷം ഒരു MLA ഉണ്ടായിരുന്നു. ഞങ്ങളാരും കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് നാടിന് വികസനം വരണമെങ്കിൽ സലീം മടവൂര് വിജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് ഇവിടുത്തെ പറ്റിയ സ്ഥാനാർത്ഥിയാണ്. ഇവിടെ UDFന്റെ സീറ്റാണ്. അങ്ങനെയാണ്. സലീമിനാണ് കാണുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ വെച്ചാൽ വികസനമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് കൊടുവള്ളി. ആണോ? എന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്ന അയാള് സുഖമില്ലാത്ത വ്യക്തി ഇപ്പൊ കൊണ്ട് കൊടുവള്ളിക്ക് യാതൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നല്ല ഇതുണ്ടാണെങ്കിൽ വികസനം മുന്നേറ്റം ഉണ്ടാണെങ്കിൽ ഇപ്പൊ താമരശ്ശേരി ഹോസ്പിറ്റൽ ജനങ്ങളിൽ അവിടെ പൊളിച്ചെടുത്ത് കിടക്കുക. ആ ലാസ്റ്റായി പോയതാ 5 കോടി റുപ്യ. അതുകൊണ്ട് ആര് ജയിക്കണം? സലീം ജയിക്കണം. മടവൂർ സലീം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, ഇവിടെ നല്ല വ്യക്തിത്വമാണ്. രാഷ്ട്രീയപരമായിട്ട് അതുകൊണ്ടാണ് ജയിക്കണം എന്ന് പറയുന്നത്. വ്യവസ്ഥയാണ്. ആര് ജയിച്ചാലും തോറ്റാൽ ഇഞ്ചിയൊന്നുമില്ല. ആര് ജയിച്ചാലും നല്ല ഭരണം കാഴ്ചവെക്കണം. അത് അങ്ങനെയാണ്. അങ്ങനെയാണ് ജയിക്കും എന്ന് പറയാം. അത് പറയാൻ പറ്റും. ഇവിടെ ഫിറോസ് ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഫിറോസ് ജയിച്ചാൽ നമുക്ക് ഇതാവും. അങ്ങനെയാണ്. സലീം ജയിക്കേണ്ടതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ജയിക്കേണ്ടതാന്ന് പറയുന്നത്? സലീം നല്ല ഉപകാരം ചെയ്യുന്നവനാ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ആണോ? എന്ത് ഉപകാരം ചെയ്യുന്നത്? ഇവിടെ ഒരാൾ മരിച്ചിട്ട് 2 ലക്ഷം റുപ്യൊക്കെ അയാൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. സലീം. അതുകൊണ്ടാണോ പറയുന്നത്? അതുകൊണ്ടാണ്. നാട്ടുകാർക്ക് ഉപകാരമുള്ള ഒരാളല്ലേ സലീം. ആണോ? ജയിക്കേണ്ടത് രണ്ടാളാണെങ്കിലും കണക്കാണ്. എന്റെ അഭിപ്രായത്തിൽ 2 കൂട്ടരാണെങ്കിലും LDF ആണെങ്കിലും UDF ആണെങ്കിലും കണക്കാണ്. പക്ഷെ ഇവിടെ സാധ്യത ഫിറോസിന് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം UDFന്റെ സ്ഥാനാർത്ഥി MK മുനീറായിരുന്നു ജയിച്ചിരുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥി ജയിച്ചാൽ കുറച്ചുകൂടി മാറ്റം വരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതായത് അയാൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല.
തീർച്ചയായിട്ടും ഇയാൾക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല, നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നുള്ളൊരു വിശ്വാസം. സലീം മടവൂരിനെക്കാളും നല്ലൊരു സ്ഥാനാർത്ഥി പി കെ ഫിറോസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു സലീമാശ ഒരു ജനകീയനാണ്, ഇവിടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അറിയാം. പക്ഷേ പി കെ ഫിറോസ് ആണ് നമുക്ക് ലൈക്കുള്ളത്. ആര് ജയിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പി കെ ഫിറോസ് ആണ് ജയിക്കാനുള്ളത് നമ്മളെ ഇയാളാണ്, നമ്മളെ സലീം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാളുടെ സ്വഭാവ ഗുണം ഒന്ന്, പിന്നെ പാർട്ടിയിലെ അയാൾക്കുള്ള ഒരു ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ, അത് ജനങ്ങളിൽ അയാൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അത് തന്നെ കാര്യമായിട്ട് UDF ജയിച്ചാൽ ഇവിടെ അനുകൂലങ്ങൾ, പണി, എല്ലാ സാധനങ്ങളും. അതുകൊണ്ട് UDF ജയിക്കണം. UDF ജയിക്കണം ആണല്ലേ? നിങ്ങളെ ചോദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ പിണറായി അധികാരത്തിൽ വരണം എന്നുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇന്നത്തെ നാട്ടിൽ വികസനങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ സലീം ജയിക്കണം എന്നുള്ളതാണ്. സലീം ഒരു 300 വോട്ടിനെ ജയിക്കുള്ള ഒരു അഭിപ്രായം ഉള്ളത്. ആണോ? 300 വോട്ടാ? ആണ്. എന്താ അങ്ങനെ? അവൻ നല്ലൊരു വ്യക്തിയാണ്, അതുകൊണ്ടാണ്. അത് തന്നെ. ഫിറോസ് ജയിക്കും 10,000 വോട്ട്. 10,000? ഓ, ഇവിടെ 300 പറഞ്ഞ് നിങ്ങൾ 10,000 പറയും. 10,000 വോട്ടിന് ഭൂരിപക്ഷം. ആണ്. എന്താണ് അങ്ങനെ പറയുന്നത്? ഓൻ നല്ലൊരാളാണ്, ആണ്. അതുകൊണ്ടാണ്. അതുകൊണ്ടാ. മടവൂരിനെ സംബന്ധിച്ചിടത്തോളം സലീം മടവൂർ ജയിക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ അയാൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ആസ്പത്രിയിലേക്ക് വേണമെങ്കിൽ ആൾ വിളിച്ചാൽ മതി. അതുപോലെ അയാളുടെ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു മാസമുള്ള 2 മാസമൊക്കെ ഉള്ളതാണെങ്കിൽ 1 മാസം കൊണ്ട് ആൾ വിളിച്ചു പറഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ച് നോക്കുന്ന നേരം ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത്. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. ജയിച്ചാൽ അദ്ദേഹം MLA ആവും. MLA ആയാലും ജനങ്ങൾക്ക് വേണ്ടി, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അവർ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് സലീം ജയിക്കുന്നു പറയുന്നത്. അങ്ങനെ ജയിക്കണമെന്ന് പറയുന്നത്. ജയിക്കുന്നു പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല, പബ്ലിക്കായിട്ട് പറയാൻ. അപ്പൊ അതുകൊണ്ട് ആരാന്നുള്ള അറിയില്ല. അല്ല. ആണ്. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഫിറോസ് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? അങ്ങനെ ഒരു മാറ്റം വേണോ? ആണ്. അതുകൊണ്ടാ മാറ്റത്തിന് സലീം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. ആണോ? പല കാര്യം ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാൾ ചെയ്തിട്ട് ആണോ? ചെയ്യലുണ്ടോ? അയാളോട് പോയി ചോദിച്ച് അയാളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയല്ലോ. അതുകൊണ്ടാണ് ജയിക്കണം എന്ന് പറയുന്നത്. അതെ, അയാൾ നല്ല മനസ്സിലായതുകൊണ്ട്. ആര് ജയിച്ചാലും ഇവിടെ വികസനം വേണം, അത്രേ ഉള്ളൂ. ആര് ജയിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം? രണ്ടാൾ ജയിച്ചാലും പ്രശ്നമല്ല. രണ്ടാൾ ജയിച്ചാൽ വെള്ളിയ ജയിച്ചാൽ പ്രശ്നം. അങ്ങനെയാണോ? അതെന്താ അങ്ങനെ പറയുന്നത്? രണ്ടാളും ഇവിടെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതല്ലേ. ആണോ? അതാണ്. ഇവിടെ 70 വർഷമായിട്ടുള്ള വികസന മുരടിപ്പിന് മാറ്റം വരുത്തിക്കൊണ്ടൊരു പുതിയ സംവിധാനം കേരളത്തിൽ ഉണ്ടാകണം എന്നാണ്. ആര് ജയിക്കണം എന്നുള്ളതാണ്. ജയിക്കേണ്ടവർ എന്തായാലും വികസനത്തിന്റെ വക്താക്കളായിട്ടുള്ള BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ജയിക്കണം. അതുകൊണ്ടാണ് വികസനം വരണം. അതെ, വികസനം വരണം. ആണ്. എന്തായാലും പറയല. എന്താ പറയാത്തെ? ഒന്നുമില്ല. ഇല്ല, പറയില്ല. വോട്ട് ചെയ്യോ? വോട്ട് ചെയ്യും. പറയില്ല. സലീം മടവൂരിലുണ്ട് LDF നല്ലൊരു ഫൈറ്റ് കാഴ്ചവെക്കാൻ കഴിയും. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അദ്ദേഹം ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. മനുഷ്യാവകാശ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളും ഈ മണ്ഡലത്തിലെ താമസക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ഒരു നല്ല സ്ഥാനാർത്ഥിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആര് ജയിക്കണം എന്നുള്ളതാണ്. അല്ല, അത് പ്രവചിക്കാൻ പറ്റില്ല. ആര് ജയിക്കുന്നുള്ളത് പറയാൻ കഴിയില്ല. പക്ഷെ നല്ല ഫൈറ്റ് ആയിരിക്കും തോന്നുന്നു. ആണ്. സലീം തന്നെ. അതെന്തുകൊണ്ട് സലീം എന്ന് പറയുന്നത്? സലീം നല്ല ഉപകാരിയാണ്. ആണോ? ജനങ്ങൾക്ക് വേണ്ട നല്ല അങ്ങനെയാ? അങ്ങനെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? നാട്ടിൽ ഗ്യാസ് കുറ്റിയൊക്കെ അത് ആൾക്ക് ഓരോരുത്തരും ഇറക്കിട്ടിച്ച് പോയാൽ അത് ഒരേ എത്തിക്കുന്ന പരിപാടിയൊക്കെ ചെയ്ത് തെളിയുമാണ്. ആണല്ലേ? അതുകൊണ്ടാണോ? അതുകൊണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തു. ഇവിടെ കോൺഗ്രസ് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇത് PK ഫിറോസാ? ആര്? ഫിറോസ്. എന്തുകൊണ്ട് അങ്ങനെ? മൊത്തത്തിൽ ഇങ്ങനെ ഇതായി കിടക്കുകയാണല്ലോ, അതുകൊണ്ട് ജയിക്കുന്നൊരു പ്രതീക്ഷ ആണ്. സലീം മടവൂർ. സലീം മടവൂരിന്റെ പേര് പറയാൻ കാരണം എന്താ? നല്ല മനുഷ്യനാണ്. നല്ല എല്ലാവർക്കും ഉപകാരം എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. നല്ല മനുഷ്യനാണ്. അതെ, നല്ലതാണ്. ഇവിടെ ഫിറോസ് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ ഫിറോസ് നല്ല യുവാക്കളായിട്ടുള്ള ആളല്ലേ ഫിറോസ്, അതുകൊണ്ട് ജയിക്കുന്നു. അതും ഇവിടെ മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് കൊടുവള്ളിയിൽ. അതുകൊണ്ടാണ് ഇത് മുസ്ലിം ലീഗ് ഒരു ആൾക്കാരെ ഒരു പ്രാവശ്യം വോട്ട് മാറ്റി ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പരാജയം സംഭവിച്ചു. നല്ല മുസ്ലിം ലീഗിലെ കോട്ടയാണ്. ഒരു 25,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും. ആണ്. നമ്മളെ വ്യക്തിപരമായിട്ട് സലീം മടവൂർ ജയിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ജയിക്കുന്നു പറയുന്നത്? ഇവിടുത്തെ ഒരു നല്ലൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ നല്ല ഭരണം ബുദ്ധി നല്ല കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടുള്ള അതുകൊണ്ടാണ് സലീം മാഷ് ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മാഷിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്, പിന്നെ മൂപ്പർ ഇത്രയും കാലം ഇടപെട്ട രീതികൾ എങ്ങനെയാണ്, ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരെ, പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ കോളേജായിട്ട് ബന്ധപ്പെട്ടൊക്കെ മൂപ്പർ ഒരുപാട് ജയിക്കണം. ജയിക്കണം. ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്ന ആൾ ജയിക്കണം. അത് ആരാണ് ജയിക്കേണ്ടത്?
അതിപ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഇല്ല. രണ്ടുപേരെ സമത്വത്തിലാണ് പോകണം. ആണ് അതുകൊണ്ടാ ഭാഗ്യം പോലെ ഉണ്ടാവും. ആണ്. ജയിക്കുന്നവരെ ഭാഗ്യം പോലെ ജയിക്കും. ആണ്. പി കെ ഫിറോസ് ജയിക്കും. എന്തുകൊണ്ടാ? ഇവിടെ ഏറ്റവും കൂടുതൽ അഭിപ്രായമുള്ളത് പി കെ ഫിറോസിനാണ്. ആണ് അതുകൊണ്ടാ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ശരി. 10 വർഷത്തെ പിന്നെ ഇടതുപക്ഷ LDF-ന്റെ ഭരണവിരുദ്ധം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ആരാണ് ജയിക്കേണ്ടത് ഇവിടെ? UDF ജയിക്കും. പി കെ ഫിറോസ് വൻ ഭൂരിപക്ഷത്തിൽ. ആര് ജയിക്കണം എന്ന് ചോദിച്ചിട്ടാണെങ്കിൽ 3 ആള് ജയിക്കില്ലല്ലോ, എന്തായാലും ഒരാളല്ലേ ജയിക്കുക. അതെ. അതിലിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആരാണോ അയാൾ ജയിക്കണമെന്നാണ്. 2 ആളും ഇവിടെ പുതിയ ആൾക്കാരാണ്. കൊടുവള്ളിയിൽ 2 ആൾ ഫിറോസിനാണ്, മറ്റേ ആളും പുതിയ ആൾക്കാരാണ്. 2 ആളും ഏതാണ്ട് നാട്ടുകാരുമാണ്. അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാന്ന് പറഞ്ഞാൽ ഇത് മീഡിയല്ലേ? അതെ. അപ്പൊ ഒരു പ്രയാസല്ലേ? ആണോ? ജയിക്കണം എന്നുള്ളത് നമുക്കറിയാം ആരാണ് ജയിക്കേണ്ടതെന്ന് വെച്ചാൽ അത് മീഡിയയുടെ മുമ്പിൽ നമ്മൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഞാനൊക്കെ പറയുമ്പോൾ ചെറിയ പ്രയാസം ഉണ്ടാവും. നമുക്ക് ഫിറോസ് വരുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുവിധം മിക്കവാറും കോൺഗ്രസിന്റെ ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ലീഗിന്റെ ആൾക്കാർ. പിന്നെ പുരോഗതി ഉണ്ട് നമുക്ക് ഇവിടെ ഉണ്ട്. സലീമ ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ തുടരാൻ വേണ്ടിയിട്ട്. അതെ അതെ. നമ്മളെ ഈ ഒരു നിയോജകമണ്ഡലത്തിലാണെങ്കിൽ യാതൊരുവിധ വികസനങ്ങളും കഴിഞ്ഞ പ്രാവശ്യം എത്തിയില്ല. ഒരുപാട് പിന്നോക്കാവസ്ഥയിലാണ് നമ്മളുള്ളത്. നമ്മളെ MLA ഒക്കെ വളരെ പരിതാപകരമായി. ആര് ജയിക്കണം? സലീമ ജയിക്കണം. അതിപ്പോ രണ്ടും പറഞ്ഞോളൂ. അതെന്തുകൊണ്ട് അങ്ങനെ രണ്ടും പറയാൻ പറ്റാതെ? ജനങ്ങളെ കയ്യിലല്ലേ. അതെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാ? അഭിപ്രായമൊന്നുമില്ല. അഭിപ്രായമില്ല. രണ്ടാൾക്ക് ഉണ്ട്. ആണ്. ഒരാൾ ജയിക്കും, പക്ഷെ ആരാ പറയാൻ പറ്റൂല. ആരാണ്? കൊടുവള്ളി ജയിക്കേണ്ടത് ശരിക്ക് 10 വർഷത്തെ കേരളത്തിലെ ഭരണം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു 5 വർഷം വരേണ്ടത് ഇപ്പം ഭരിക്കുന്ന ആൾക്കാരെന്ന് എൻ്റെ അഭിപ്രായമല്ല. ഇവിടെ നാട്ടിലൂടെ എൻ്റെ ഒരു കഫയിൽ വരുന്ന ആൾക്കാരുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം. ആരാണ്? അത് LDF അധികാരത്തിൽ വരണം എന്നാണ്. സലീം ജയിക്കണം എന്നാണ്. സലീം ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതാണ്. ആണ്. അങ്ങനെയാണ് ഉള്ളത്. ഫിറോസ് മോശക്കാരനല്ല, പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ഓക്കിയും നിപ്പയും കൊറോണയും ഒക്കെ ഉണ്ടായപ്പോൾ കേരളത്തെ പിടിച്ചു നിർത്തിയ ഒരു ഭരണകൂടം. അതൊരു പിണറായി വിജയനോ മറ്റൊരാളോ അല്ല. അതാണ് അവിടെ വരെ വരുള്ളൂ. അതിനപ്പുറത്ത് അവിടെ വരെ വരുള്ളൂ. ഫിറോസ് വരണമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഫിറോസ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, അവനിപ്പോ സഹായം ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ നമ്മള് വോട്ട് ചെയ്യേണ്ടത്. ആണ്. അങ്ങനെയാണ്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒരു 2 കൂട്ടരും ജയിക്കുന്ന എനിക്ക് താല്പര്യമില്ല. ആര് ജയിക്കണം? BJP ജയിക്കണോ? ജയിക്കുന്ന താല്പര്യം ആണോ? എന്നാ പിന്നെ അങ്ങനെ പറയൂ. BJP ജയിക്കണമെന്നാ പറയുന്നത്. എന്തുകൊണ്ടാ? BJP അല്ലേ ഇപ്പൊ നല്ലേ? എന്തുകൊണ്ടും വികസന കാര്യങ്ങളൊക്കെ BJP-ന്റെ ഭാഗത്തുനിന്നല്ലേ വരുന്നത്. ആണല്ലേ? അതുകൊണ്ടാ ജയിക്കണം എന്ന് പറയുന്നത്. അതെ. കഴിഞ്ഞ 5 പ്രാവശ്യം മുനീർ ഇവിടെ ജയിച്ച് എന്തെങ്കിലും ഒരു പണി ഇവിടെ എടുത്തിരുന്നോന്ന് നോക്കി. 5 കൊല്ലം കഴിഞ്ഞിട്ട് ലീഗ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ജയിച്ചിട്ട് എന്തെങ്കിലും ഒരു പണി ഇവിടെ നടന്നു കാണിച്ചിട്ട് മുനീർ ജയിച്ചിട്ട് നടന്നിട്ടില്ല. അപ്പൊ ആര് ജയിക്കണം എന്നാ പറയുന്നത്? ഇടതുപക്ഷം ജയിക്കണം. ഇടതുപക്ഷം അധികാരത്തിൽ വരണം. ആര്? ഇടതുപക്ഷം. അതിന്റെ സ്ഥാനാർത്ഥി പിണറായി വിജയൻ, സലീം. ഇവിടുത്തെ സലീം. ഞാനിപ്പോ എന്താ പറയുന്നത്? നിങ്ങളതായുള്ള ഇഷ്ടങ്ങൾ പറയാം. നമ്മള് ഫിറോസിന്റെ ആളാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അതായത് നമ്മള് ലീഗുകാരനാണ്. അതുകൊണ്ട് ജയിക്കണം എന്ന് പറയുന്നത്. അതെ അതെ. ജയിക്കണം എന്നാണ്, സലീം ജയിക്കണം എന്നാണ്. ഈ നാട്ടുകാരനാണ്, ഈ നാടിന് വേണ്ടവനും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു ഭരണമോ ഒരു സ്വാധീനം ഇല്ലാതെ തന്നെ നാടിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. ആണോ? അതുകൊണ്ടാണോ? അതുകൊണ്ടാണ് സലീം ജയിക്കണം. എന്തുകൊണ്ടാ? സലീം നല്ലൊരു വ്യക്തിയാണ്. നല്ല വ്യക്തിയാണോ? എന്തുകൊണ്ടാ? നല്ല ആളാ സലീം. നല്ല എല്ലാവർക്കും നല്ലത് ഉള്ള ആളാ. ആണോ? അതുകൊണ്ടാണോ? ആര് ജയിക്കണം? സലീം ജയിക്കണം. ഇവിടെ ഫിറോസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഫിറോസ് ഇവിടെ ആളുകളുടെ അറിയപ്പെടുന്ന ആളെന്നല്ലേ. സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി അല്ലേ. അതുകൊണ്ട് ജയിക്കും. ഫിറോസ് ജയിക്കാൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇത് ഇവിടുത്തെ ഒരു മുന്നേറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നാമത് UDF-ന് ഒരുപാട് ആണോ ജയിക്കണം എന്നാ പറയുന്നത്? ഇവിടെ സലീം മാഷ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കൂടുതൽ സാധ്യത സലീം മാഷൊക്കെ. ആണോ? അങ്ങനെയാണ്. BJP ജയിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാ? അത് BJP പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് ജയിക്കണം. BJP യോടെ ജയിച്ച അധികാരത്തിൽ വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫിറോസാണ് ജയിക്കേണ്ടത്. എന്തായാലും ഞാൻ UDF-ന്റെ ആളാ. ഒന്ന്. രണ്ടാമത് കഴിഞ്ഞ 10 കൊല്ലമായി ഇപ്പം ഭരണം എന്തെന്നോ എല്ലാം കൂടി ആയിട്ട് ഒരു കരയുമാരുമില്ലാണ്ടാണ്. അതുകൊണ്ടാണല്ലേ? അതുകൊണ്ടാ നമ്മുടെ PK ഫിറോസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് ഞങ്ങൾക്ക് പറ്റിയൊരു നല്ല നേതാവാണ്. അതുകൊണ്ടാണ് ജയിക്കണം എന്ന് പറയുന്നത്. അതെ. ഓക്കെ. സലീം എന്തുകൊണ്ടാണ് സലീമിന്റെ പേര് പറയുന്നത്? മരണം മോശമില്ലാത്തത്. ആണോ? അതുകൊണ്ടാണോ? സലീം ജയിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത്. സലീം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് മറ്റവനും ഇവനായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസമല്ലേ? വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റവനും തൊടുന്നൊക്കെ പേക്കാണല്ലോ. ഒക്കെ സ്വന്തം കീസയിലേക്കുള്ളതല്ലേ ചിന്തിക്കുന്നത്. അതുകൊണ്ട് മറ്റേ അങ്ങനല്ല. ഇപ്പം ഇവിടുന്ന് കൊടുവള്ളി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്നല്ല, കൊടുവള്ളി മണ്ഡലത്തിൽ ആര് ചോദിച്ചാലും ഫിറോസ് ജയിക്കണം തന്നെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഫിറോസാണ് ഒരു സ്ഥാനാർത്ഥി. സലീം മടവൂർ ജയിക്കാനാണ് സാധ്യത എന്ന് എൻ്റെ അഭിപ്രായം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതാ ഓന് നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആകുമ്പോഴതിലൊക്കെ പ്രവർത്തകരൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കോളേജിലൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഓരോ എന്തെങ്കിലും കോൺ ചെയ്തിരിക്കുന്ന പറയുന്നത്. നമുക്ക് ഈ ഇടതുപക്ഷം ഒന്ന് ഇവിടുന്ന് ഇറങ്ങി കിട്ടുക,
പിന്നെ മണ്ഡലം എന്ന് പറയുന്നതും കൊടുവള്ളി UDF മണ്ഡലമാണ്. അതുകൊണ്ട് ഫിറോസ് ജയിക്കണം പറയുന്നത്. ഫിറോസ് ജയിക്കണം. UDF ആണ് ഇതിൽ സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? UDF കുറെ ആൾക്കാർ കൂടുതൽ ആൾക്കാരോട് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ജയിക്കാൻ രണ്ടുപേരും തുല്യരാണ്. എന്തുകൊണ്ടാണ് രണ്ടുപേരും തുല്യരുന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? രണ്ടുപേരും തുല്യരെന്ന് പറയുന്നത് ഓരോ സ്വഭാവം വെച്ച് നോക്കുന്ന രണ്ടാളും ഒരു സേവന പ്രവർത്തനം ചെയ്യുന്നവരാണ് രണ്ടുകൂട്ടരും. ആണോ? അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ല, ആര് ജയിച്ചാലും സന്തോഷം. ഒരു രണ്ടാള് ജയിച്ചാൽ ഒരു സംശയമില്ലല്ലോ ഫിറോസ് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഫിറോസ് ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് മാത്രമല്ല നമ്മളെന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തില് കേരളം മാത്രമല്ല ഇപ്പൊ അന്യ സംസ്ഥാനങ്ങളിലും പേരുള്ള എന്തിനും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പിന്നെ സലീം മടവൂര്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല ആളാണ്, പൊതുവെ അഭിപ്രായമുണ്ട്. നല്ല പ്രവർത്തന എന്നുള്ള അഭിപ്രായമുണ്ട്. പിന്നെ കഴിഞ്ഞ നമ്മള് UDF ഭരണത്തിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല നമ്മളെ മണ്ഡലത്തിൽ. അതിനൊരു മാറ്റം വരുത്താനും കൂടി വേണ്ടിയിട്ട് വേണം. സലീം മടവൂരാണ് ജയിക്കേണ്ടത്. അതെന്തുകൊണ്ടാണ് സലീം മടവൂരാണ് ജയിക്കേണ്ടതെന്ന് പറയുന്നത്? അദ്ദേഹം ഒരു ഇനി LDF ഭരണം അടുത്ത പ്രാവശ്യം ലഭിക്കുക. അപ്പം കൊടുവള്ളി മണ്ഡലത്തിന് കൂടുതൽ വികസനം ഉണ്ടാകുക. LDF ഭരണകാലത്ത് സലീം മടവൂർ ജയിച്ചെങ്കിലേ ആ വികസനം കൂടാൻ സാധ്യതയുള്ളൂ. ആദ്യം നമ്മളെ ഫിറോസ് ഖാനാണ് ആലോചിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളെ UDF വോട്ടല്ലേ അത്? അതുകൊണ്ടാണ്. ഇവിടെ ഇടതുപക്ഷം ജയിക്കണം. സലീം ജയിക്കണം കൊടുവള്ളി. എന്തുകൊണ്ടാ? ഇവിടുത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണോ? ഇവിടുത്തെ സംഗതിയോട് പറഞ്ഞാലേ ചെയ്യൂ. കോളേജ് ഒരു പ്രശ്നം ജോയിൻ കൊണ്ടുപോയാൽ അടുത്തൊരു പ്രശ്നം അതിന് ചെയ്യാൻ പറ്റിയ ഒരുത്തനായി. അതുകൊണ്ടാണ് ഒന്നാമത് നല്ല ഉപകാരം ചെയ്യുന്നവർക്കെല്ലാം വേണ്ടി ചെയ്യണ്ടേ. അല്ലാത്തവർക്ക് നല്ലല്ലോ. അതുകൊണ്ടാ എന്തുകൊണ്ടാ സലീം ജയിക്കണം പറയുന്നത്? നാട്ടുകാർക്ക് എല്ലാവരും ഗുണം ചെയ്യുന്നത്. നാട്ടുകാർക്ക് എല്ലാവർക്കുള്ള ഒരു ഗുണം കൊണ്ടാണ്. അങ്ങനെയാണ്. ഇവിടെ ആരെച്ചാലും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതങ്ങനെയാണ്. ആണോ? അതങ്ങനെയാ? രണ്ട് മുന്നണി കണക്ക്. അതുകൊണ്ടാണ്. BJP വന്നാലോ? BJP വന്നവർ മാറ്റം ഉണ്ടാവും. എന്തുകൊണ്ടാ BJP വന്നാൽ മാറ്റം ഉണ്ടാവും? കാരണം കേരളം വികസിക്കുന്നില്ല. കാരണം രണ്ട് മുന്നണി മാറി മാറി വരച്ചിട്ട് കേരളത്തിൽ ഒരു വികസനമില്ല. എവിടെയാണ് വികസിച്ചേക്കണത്? കേരളം വികസനം വേണം. മറ്റു സംസ്ഥാനങ്ങൾ കണ്ടില്ലേ വികസിക്കുന്നത്? സലീം മടവൂര് ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാൾ നാട്ടുകാരനാണ്. നല്ല കേരള ഗവൺമെന്റിന് പിണറായി സർക്കാരിന്റെ തുടർഭരണം ഉണ്ടാവണം, അയാൾ ജയിക്കണം. അതുകൊണ്ടാണ്. അതെ, ആര് ജയിക്കണം എന്നുള്ളതാണ്. ജയിക്കണം എന്ന് പറഞ്ഞാല് പിന്നെ രണ്ടാളും നല്ല ആളാണ്. ആര് ജയിച്ചാലും നാടിന് ഗുണമുണ്ടാവും. ഫിറോസിനാണ് സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പരമ്പരാഗതമായിട്ട് കൊടുവള്ളി UDF ഒരു മണ്ഡലമാണ്. പിന്നെ നിലവിൽ അതേപോലെ തന്നെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു യുവജന സമര നായകനാണ്, അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത് UDF ഒരു മണ്ഡലം പരമ്പരാഗത മണ്ഡലം ആയതുകൊണ്ട് സാധ്യത PK ഫിറോസിന് തന്നെയാണ്. സലീം മടവൂര്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് ഞാൻ പിണറായി വരണമാണ് ഇവിടെ നല്ല വരണം. ആ വരണം നല്ല നിൽക്കണമെങ്കിൽ വലിയ MLA വരണല്ലോ. ഇടതുപക്ഷത്തിന്റെ. അതുകൊണ്ടാണ് വലതുപക്ഷം ജയിക്കണം. വലതുപക്ഷം അതായത് സലീം മടവൂരല്ല, മറ്റേ PK ഫിറോസ് ജയിക്കണം. അവർ ജയിക്കണം എന്ന് പറയുന്നത്. ജയിക്കണം. എന്തുകൊണ്ടാ? ഇടതുപക്ഷത്തിന്റെ മാറി വരണം, കുറച്ചൊന്നും വേക്കൊണ്ട് നിൽക്കണം എന്നുള്ളതാണ്. ആണോ? അങ്ങനെയാണോ? ജയിക്കാന്നപ്പം പറയാൻ പറ്റണ്ടല്ലോ. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? എല്ലാരും ഒരേ മാതിരി ഇപ്പം കൂടുതല് അങ്ങോട്ട് ഇതിലേക്കും പോകുന്നുണ്ട്, LDF പോകുന്നുണ്ട്, കുറച്ചാൾ ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതുകൊണ്ട് പണിയാണോ? കൺഫ്യൂഷൻ ആണോ? എന്തുകൊണ്ടാ PK ഫിറോസിന്റെ പേര്? ഞാൻ ആ പാർട്ടികളെ കൊണ്ടായിരുന്നു. അതുകൊണ്ട് ജയിക്കണം എന്നാ പറയുന്നത്. തീർച്ചയായിട്ടും. എന്താന്ന് പറയാൻ പറ്റൂല. പറയാൻ പറ്റാത്ത ഒന്നുമില്ല. എന്നാലും ജയിക്കുന്ന വിചാരിക്കാം. ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കും. ആണോ? അങ്ങനെയാണോ? ഇവിടെ ഫിറോസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിനെതിരായിട്ട്. അതുകൊണ്ടാണ്. ഇവിടെ സലീം മടവൂർ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ നാടിന് ഒരു MLA ആണല്ലോ ആവശ്യം. ആണോ? അതുകൊണ്ടാണ്. സലീം ജയിക്കണം. എന്തുകൊണ്ടാ സലീം ജയിക്കണം എന്ന് പറയുന്നത്? ഇടതുപക്ഷത്തിന് ഇവിടെ ജനങ്ങൾക്കുള്ള ഈ ആനുകൂല്യം കിട്ടുന്നത്, സാധാരണക്കാരന് മരുന്ന് വാങ്ങാന് പിന്നെ അതെല്ലാം കിട്ടണമെങ്കിൽ ഇടതുവശം വരണം. അഞ്ഞല്ലേ വോട്ട് ഇലക്ഷൻ പറഞ്ഞല്ലേ? അതെ. ആര് ജയിക്കുന്നുള്ള അത് നമ്മൾ പറയാൻ പറ്റൂല. എന്താ പറയാൻ പറ്റാത്ത? പറ്റൂല. വോട്ട് കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റും. ആണല്ലേ? ഫിറോസ് തന്നെ, വേറെ ആരുമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇത് ഭരണത്തിന്റെ മാറ്റം വേണം ഉദ്ദേശിക്കുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ഫിറോസ് ജയിക്കുന്നു പറയുന്നത്. PK ഫിറോസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? UDF ജനങ്ങൾ വെറുതെ മുട്ടി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണോ ജയിക്കാൻ പോകുന്നത് ഗിരി പാമ്പനാർ. അദ്ദേഹം BJP സ്ഥാനാർത്ഥി. BJP NDA സ്ഥാനാർത്ഥിയാണ്. ഇവിടെ ജയിക്കോ? മുപ്പര ജയിക്കാൻ സാധ്യത. ആണോ? എത്ര ഭൂരിപക്ഷം ജയിക്കും? ഭൂരിപക്ഷം വളരെ കുറവായിരിക്കും. ഒരു 5000 ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കാൻ സാധ്യത ഉണ്ട്. ആണോ? ഇവിടെ കൊടുവള്ളിയും ജയിക്കും. കാരണം ഇവിടുത്തെ കൊടുവള്ളിയിലെ മുസ്ലിങ്ങൾ വരെ BJPക്കും വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ജയിക്കുന്നു പറയുന്നത്. UDF. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്?
UDF ചാൻസ് ഉള്ളത്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സലീം കാജിക എന്തുകൊണ്ടാണ് സലീം കെ ജയിക്കണം എന്ന് പറയുന്നത്? അത് നല്ല വ്യക്തിത്വമാണ്. വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അയാളൊരു ദാനധർമ്മം ജനങ്ങളെ ജനങ്ങളെ കൂട്ടിപ്പിടിക്കുന്ന ഒരാളാണ്. ആണോ? അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതിൽ യാതൊരു തർക്കമില്ല. മറ്റേ ആള് നല്ല ഷോ വർക്കിന്റെ ആളാണ്. ആര്? ഫിറോസ്. ആണോ? ഇവിടെ ഇപ്പൊ നമ്മൾ ഫിറോസ് അല്ലാണ്ട് എന്തുകൊണ്ടാ ഫിറോസിന്റെ പേര് പറയുന്നത്? അയാള് നല്ലൊരാളല്ലേ. അതുകൊണ്ട് ജയിക്കണം. ജയിക്കും. സലീം. എന്തുകൊണ്ടാ സലീമിന്റെ പേര് പറയണേ? എന്തുകൊണ്ടാ സലീമിന്റെ പേര് പറയുന്നത്? അതെ, സലീമിനോടുള്ളതൊന്നല്ല, LDF-നുള്ള കൂറോ. ആണോ? ഇവിടെ പി കെ ഫിറോസ്. എന്തുകൊണ്ടാ? ഇവിടെ പിന്നെ നല്ല നേതാവാണ്, നല്ല വിവരമുള്ള ആളാണ്. അതുകൊണ്ട് വേണം എന്നാണ് പറയുന്നത്. ജയിക്കേണ്ടത് സലീം മടവൂരല്ലേ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? നമ്മുടെ നാടിന് നല്ല വികസനമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ മന്ത്രിസഭ ഈ ഗവൺമെന്റിനെ കൊണ്ട്. അതുകൊണ്ട് തുടർ ഭരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. സലീം ആയിക്കോട്ടെ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അതിപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പൊതുവായുള്ളൊരു സന്തോഷം കൊണ്ട് ആണോ? സലീം മടവൂര് ജയിക്കും. എന്തുകൊണ്ടാ സലീമിന്റെ പേര് പറയുന്നത്? സലീം മടവൂര് ജയിക്കുന്നത് പറഞ്ഞാല് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 10 വർഷക്കാലമായി അത്തരം രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ. സലീം ജയിക്കണം പറയുന്നത്? തീർച്ചയായും. ഫിറോസ് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞല്ലോ. ഫിറോസ് ജയിക്കുന്ന പറയുന്നത്? തീർച്ചയായിട്ടും. അങ്ങനെയാണ്. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ്? ഇവിടെ ഫിറോസ് നല്ല പ്രവർത്തനം കാഴ്ചവെക്കും. അതുകൊണ്ടാണ്. പിന്നെ മുനീർ നിലവിൽ ചെയ്തുകൊണ്ടിരുന്നതിന് അതിലും കുറച്ചൊരു മുന്നോട്ട് ഒരുപടി മുന്നിലായിട്ട് ഫിറോസിന് ചെയ്യാൻ കഴിയും. എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം ആണെങ്കിൽ മാഷ് ജയിക്കാനാണ് സാധ്യത. ആര്? സലീനോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നാട്ടുകാരനായതിനെ കൊണ്ടായിരിക്കാം. സംശയം എന്താ? ഫിറോസ്, പി കെ ഫിറോസ്. അതെന്തുകൊണ്ടാ പി കെ ഫിറോസ് ജയിക്കണം? പി കെ ഫിറോസ് എന്ന് പറഞ്ഞാണെങ്കിൽ അയാൾ നല്ലൊരു പ്രവർത്തകനാണ്. അതുകൊണ്ട് ജയിക്കണം പറയുന്നത്? ജയിക്കണം, തീർച്ചയായിട്ടും. ഇവിടെ സലീം ജയിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സലീം ജയിച്ച് കുറെ കാര്യങ്ങൾ സലീം മുമ്പ് ചരിത്രം നോക്കുകയാണെങ്കിൽ കുറെ നല്ല നല്ല കാര്യങ്ങൾ സലീം കൂടെ ചെയ്തൊക്കെ. ആണോ? അതന്നെ. അതുകൊണ്ടാണ്. സലീമാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല വരണല്ലോ പിള്ളേർ. ആണോ? അതുകൊണ്ടാണോ? അതുകൊണ്ടാണ്. ഫിറോസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ നമ്മളെ കച്ചവട സ്ഥാപനത്തിൽ നോക്കുകയാണെങ്കിൽ തൊഴിൽ നികുതി 600 ഉള്ളത് 1200 അതുകൊണ്ട് ലൈസൻസ് ചാർജ് കൂട്ടി, അങ്ങനെ എല്ലാ മേഖലയിലും പണം വ്യാപിച്ചു, നികുതി കൂട്ടി. അപ്പൊ നമ്മൾ വോട്ട് ചെയ്യലായിരിക്കും UDF വരണം. ഫിറോസ് ജയിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്നും ഭരണം ഒന്ന് മാറണം. അതുകൊണ്ടാണ്. അതെ, മൊത്തത്തിൽ ഭരണം ഒന്ന് മാറണം. അതുകൊണ്ടാണ്. ജയിച്ചാൽ ഭരണം മാറില്ല. കൂടെയുള്ള സലീം മടവൂര്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അതുകൊണ്ടാണ് ജയിക്കണം എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ പിന്നെ വർഗീയത നേരിടുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി അല്ലെ ഇടതുപക്ഷം മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത്? അതെ. ഇവിടെ UDF ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം UDF സീറ്റാണ് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യമാണ് റസാക്ക് ഇങ്ങോട്ട് മാറിയപ്പോഴാണ് ഒരു പ്രാവശ്യം LDF ചെയ്യാൻ കിട്ടി. പിന്നെ വികസനം UDF ആണ് എന്തെങ്കിലും ചെയ്യാം. LDF വാദി ഇവിടെ വികസനം ഒന്നും കണ്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പറയുന്നത് അതുപോലെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ ലീഗിന് മുൻതൂക്കമുള്ള സീറ്റാണ്. അതുകൊണ്ടാണ്. സലീം ജയിക്കണം. എന്തുകൊണ്ടാണ് സലീമിന്റെ പേര് പറയുന്നത്? ഞാനൊരു LDF പ്രവർത്തനം. അതല്ലാതെ വേറെന്താ പറയാനുള്ളത്? പിന്നെ പിണറായി വരണ്ടിയുണ്ട്. അതുകൊണ്ടാണ്. ഇവൻ ജയിക്കേണ്ടി മടവൂര്. മടവൂരോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതുകൊണ്ടാണ് ജയിക്കുന്നു പറയുന്നത് അല്ലേ? ആണ്. പ്രതിപക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളെ രണ്ട് ആൾക്കാർ പേരിലും രണ്ട് രാഷ്ട്രീയ പാർട്ടി, 2-3 രാഷ്ട്രീയ പാർട്ടി, ഏത് പാർട്ടികളാണെങ്കിലും രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയം തെമ്മാടികളുടെ അവസാനത്തെ അഭയാണെന്നാണ് ഓസ്കാർ വൈൽഡ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ വോട്ട് ചെയ്യലുണ്ടോ? വോട്ട് ചെയ്യണ്ട, പിന്നെ വോട്ട് ചെയ്യണ്ടല്ലേ. ആര് ജയിക്കുള്ള ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പൊ അങ്ങനെയല്ല. അതുകൊണ്ടാണോ? അതുകൊണ്ടാണ് നമുക്ക് ഉറപ്പ് പറയില്ല. സലീം മടവൂര് ജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ അപ്പൊ ഇത്രയും കാലം ഒരു ഇത് പോരായിട്ട് ആണോ? അതുകൊണ്ടാണോ? അതുകൊണ്ടാണ്. അത് സലീം മടവൂരാണ് ജയിക്കാൻ നമ്മൾ സാധ്യത കാണുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമ്മളെ ഇപ്പോഴത്തെ 10 വർഷത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സലീം മടവൂരാ ജയിക്കാൻ സാധ്യത. UDF സ്ഥാനാർത്ഥി സലീം, UDF സ്ഥാനാർത്ഥി ഫിറോസ്, പി കെ ഫിറോസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭരണത്തിനൊരു മാറ്റം വരണം. ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. സാധാരണക്കാര് അമ്പലക്കൊള്ള ഈ ലോകത്ത് കേട്ടിട്ടുണ്ടോ? അമ്പലക്കൊള്ള. ജനാധിപത്യ രാജ്യത്ത് നല്ലൊരു ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു ഭരണകൂടമാണോന്ന് പറയാം. ആരാണ് വേണ്ടത്? അതെന്ന് വെച്ചാല് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ഗവൺമെന്റ് വരണം. ആരാണ്? BJP ആണോ? BJP എന്നല്ല, ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുപോകണം നല്ലൊരു ഗവൺമെന്റ്. അത് ആരാണ്? ആരെന്ന് പറയാൻ പറ്റൂല. ജയിക്കേണ്ട ഇപ്പൊ സലീം ജയിക്കേണ്ടിയിരുന്നു. അതെന്താ അങ്ങനെ പറയും? സലീമിന്റെ പേര് പറയാൻ കാരണം സലീമാണ് കുറച്ചുകൂടി നന്നായി തോന്നുന്നു നമുക്ക്. ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ
ഹോസ്പിറ്റലിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൂപ്പരാണല്ലോ. അതുകൊണ്ട് അത് ജയിച്ചാൽ തിരക്കില്ലാന്നുണ്ടായി. തിരക്കേടില്ലാതാ. നമ്മളെ അയൽവാസിയാണ് ഫിറോസ്, ആ. നമ്മളെ അടുക്കളയിലാണ്. ആ. അദ്ദേഹം ജയിക്കണമെന്നാണ് നമ്മളൊരാഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, നമ്മളെ അയൽവാസിയും പിന്നെ ഒരു UDF ഒന്ന് വന്നോട്ടെ എന്നുള്ളൊരു നിലക്കുള്ള അങ്ങനെയാണ്. അങ്ങനെയാണ്. ഫിറോസ് എന്തുകൊണ്ടാ? അവന്റെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അവന്റെ പെരുമാറ്റം, അവന്റെ ബാക്കിയുള്ള എല്ലാ ഇതും അതുകൊണ്ട് ഫിറോസ് വരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വരണം. PK ഫിറോസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു മാറ്റം ആവശ്യമാണ് ഇവിടെ കേരളത്തിൽ മൊത്തം ആണ്. അതിനെ കൊണ്ട് അതുകൊണ്ടാണ്. നമുക്ക് അതിലൊരു അഭിപ്രായമില്ല. അതിനോട് അഭിപ്രായമില്ല. 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 ആർക്ക് വോട്ട് ചെയ്യലുണ്ടോ? വോട്ടുകാരൊക്കെ അവരൊന്നും ചെയ്യും. സലീം ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സലീം ജയിക്കണം. ജനസമ്മതനാണ്. എവിടെ വിളിച്ചാലും എനിക്ക് തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട്. ബന്ധപ്പെട്ട് എനിക്ക് വേണ്ടിയിട്ടല്ല, പലർക്ക് വേണ്ടിയിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ട് ആ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ ജയിക്കണം എന്ന് പറയുന്നത്. അയാൾ ജയിക്കണം. ഇടതുപക്ഷത്തിന്റെ ഭരണമൊക്കെ എന്ത് അടിപൊളി ഭരണ ആണോ? ജനങ്ങൾക്ക് ഉപകാരമുള്ള പല കാര്യങ്ങളും ഇപ്പം ചെയ്യില്ലേ. അതുകൊണ്ട് ആര് ജയിക്കണം? LDF ജയിക്കണം. 1000 വട്ടം. PK ഫിറോസ് ജയിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കൊടുവള്ളി മണ്ഡലം പൊതുവെ ഒരു ട്രെൻഡ് UDF അനുകൂലമാണ്. അതുകൊണ്ടാണ്. കൊടുവള്ളിയിൽ ഫിറോസ് ജയിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഫിറോസ് ജയിക്കണം എന്ന് പറഞ്ഞാല് പിന്നെ ഭരണ തുടർച്ച, കൊടുവള്ളിയിലെ ഭരണ തുടർച്ച, അതായത് മുനീറിന് ശേഷമുള്ള ഭരണ തുടർച്ച ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു മുനീർ ഉണ്ടായി, ഇവിടെ കഴിഞ്ഞ MLA. ഞങ്ങൾ കണ്ടില്ല അയാളെ. അപ്രശ്നം നമുക്കുള്ളൂ. എന്ത് വികസനം ഒന്നും ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഇവിടെ ആര് ജയിക്കണം എന്നല്ല അവിടെ. സലീം മടവൂര് ആണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ്? വികസനം ഒന്നുമില്ല. പിന്നെ ഇവിടെ നമ്മളെ ഇപ്പൊ 10 കൊല്ലം LD ഭരിക്കുന്നത്. കണ്ടമാന വികസനം ഇവിടെ കിട്ടി. ഇവിടെ അല്ല, മൊത്തം കേരളത്തിൽ ജനങ്ങൾ കിട്ടി. അതുകൊണ്ട് ഫിറോസ് ജയിക്കണം തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഫിറോസ് ചെറുപ്പക്കാരനാണ്, ഓന് രാഷ്ട്രീയത്തിൽ നല്ല വിവരമുള്ള ആളാണ്. അതുകൊണ്ട് ജയിക്കണം എന്നാണ് പറയുന്നത്. ജയിക്കണം എന്നാണ്. വോട്ട് കൂടുതൽ കിട്ടുന്നത് ജയിക്കുക. അതെ, വോട്ട് കൂടുതൽ കിട്ടുന്നത് ജയിക്കും. അതല്ല ഞാൻ ചോദിക്കുന്നത്, ആരാ ജയിക്കേണ്ടത്? ഒക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. പരസ്യമായിട്ട് പറയാൻ പോയില്ലേ. അങ്ങനെയാണ്. അങ്ങനെയാണ്. UDF ആയിരിക്കും ജയിക്കുക. UDFന് സ്വാധീനമുള്ള മണ്ഡലല്ലേ. അതുകൊണ്ട് അങ്ങനെ പറയണേ. അങ്ങനെയാണ്. UDF ആണ് ജയസാധ്യത. UDFനാണ്. അങ്ങനെയാണ്. നിങ്ങളെ നാട്ടില് പറയാം. സലീം മടവൂരാണ്. സലീം മടവൂരാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? നിങ്ങളെ നാട്ടിലൊരു MLA ഉണ്ടായാൽ നല്ലതാണോ? അങ്ങനെയാണ്. സലീം മാഷ് എന്തുകൊണ്ടാണ് പറയുന്നത്? നാട്ടിലൊരു MLA ഉണ്ടാകുന്നത് എല്ലാവർക്കും ഒരു ഗുണം ചെയ്യും. ആണോ? അങ്ങനെയാണ്. ഇവിടെ സലീം മടവൂര് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാൽ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മാഷാണ്, നാടിന് വേണ്ടി ഒരാളാണ്. ജാതിഭേദമല്ലാതെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളാണ്. അങ്ങനെയാണ്. അങ്ങനെയാണ്. ഫിറോസ് ആയിക്കാരെങ്കിലും സാധ്യത എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്താന്ന് വെച്ചാൽ കൂടുതലും UDFനാണ് ഇവിടെ ആണോ? വിജയം ഉണ്ടായത്. അങ്ങനെയാണ്. ജയിക്കേണ്ടതെന്നാണ് നമ്മളെ കണക്കൂട്ടല്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതല്ല, നമുക്ക് എന്താ വെച്ചാല് ഓരോ സംഗതിയിലും പുരോഗതികളൊക്കെ വളരെയധികം മോശത്തിലായതുകൊണ്ട് അപ്പോൾ നമുക്ക് ഫിറോസ് ജയിച്ചാൽ എന്തെങ്കിലും കുറച്ച് മെച്ചുണ്ടാവുമായിരിക്കും എന്നുള്ളൊരു കണക്കൂട്ടലാണ്. അതുകൊണ്ടാണ്. സലീം മടവൂര് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സലീം മടവൂര് നല്ല വ്യക്തിയാണ്. ആണോ? നല്ല വ്യക്തി എന്തുകൊണ്ടാണ്? മറ്റേ വ്യക്തിയെ കുറെ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ്. ഇയാള് ക്ലിയർ ആണ്, സത്യസന്ധനാണ്, നാട്ടിലെല്ലാവർക്കും ഗുണഭോക്താവാണ്. പിന്നെ നാട്ടിലെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളാണ്. സലീം മടവൂര്. അയാൾ ജയിക്കണം. ഫിറോസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് കുറച്ച് ഹാൻഡിലുള്ള ഒരാളാണ്. ജനങ്ങളുമായിട്ടുള്ള അതുകൊണ്ട് ഫിറോസ് ജയിക്കുന്ന പറയുന്നത്. സലീം മടവൂര്. എന്തുകൊണ്ടാണ് സലീം മടവൂരിന്റെ പേര് പറയുന്നത്? സലീം മടവൂര് നല്ലൊരു വ്യക്തിത്വമാണ്. എന്നെ കൊണ്ട് ആണോ? ഉറപ്പായും ചെയ്യും. ആണോ? നല്ല വ്യക്തിത്വം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് മേഖലകളിൽ ഒരുപാട് ജനങ്ങൾക്ക് ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ആണോ? അതുകൊണ്ടാണ്. നിങ്ങൾ അന്വേഷിക്കുക അറിയാം. ആണോ? ഫിറോസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ തന്നെ പറയുന്നത്. ആണ്. അതുകൊണ്ടാണ് പറയുന്നത്. UDF. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഈ 10 വർഷത്തെ ഭരണം പിണറായി ഭരണത്തിനെതിരായിട്ടുള്ള തിരിച്ചടിയായിട്ട് ഭരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾ വിചാരിക്കുന്ന സലീം ജയിക്കണം. സലീമോ? എന്തുകൊണ്ടാണ് സലീമിന്റെ പേര് പറയുന്നത്? സലീമിന്റെ പേര് അറിയിക്കുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു വികസനം നടന്നത് വരെ ഇടതുപക്ഷത്തിന്റെ MLA സമയത്താണ്. അപ്പോൾ ആ ഗുണം ഉണ്ടാവും. കാരണം മറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ അറിയിക്കുകയാണെങ്കിൽ UDFന്റെ MLA ഒരു വികസനം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് സലീം ഇടതുപക്ഷത്തിന്റെ സലീം ജയിക്കണം എന്നുള്ളത്. സലീം എന്തുകൊണ്ടാണ് സലീമിന്റെ പേര് പറയുന്നത്? നല്ല ആളാണ് അയാൾ. നല്ല ആളാണോ? അതുകൊണ്ടാണോ? അതെ, ജനസമ്മതന ആണ്. അതുകൊണ്ടാ? അതെ. അല്ല, ഞങ്ങൾ സ്ഥാപനം നടത്തുന്ന ആളാണ്. അപ്പോൾ നമുക്ക് അതിലൊരു അഭിപ്രായം പറയാനില്ല. പറ്റൂല. നമുക്ക് രണ്ടു കൂട്ടരും വേണ്ടിയതാണ്. ഇവിടെ എല്ലാവരും വേണം. അങ്ങനെയാണ്. ആര് ജയിക്കാന്ന് വെച്ചാൽ ആര് ജയിച്ചാലും നമുക്ക് കണക്കാണ്. ആണോ? എന്താ അങ്ങനെ പറയുന്നത്? പാർട്ടിയിലൊക്കെ അങ്ങനെ വോട്ട് ചെയ്യലുണ്ടോ? വോട്ട് ചെയ്യില്ല. ആർക്കാ ചെയ്യാം? നമുക്ക് ഒരു കുറച്ച് വിശ്വാസം ഉണ്ടാവും. ഇതാണ് സലീമാണ് ജയിക്കേണ്ടത്. എന്തുകൊണ്ടാണ് സലീം ജയിക്കേണ്ടത് പറയുന്നത്? സലീം ജയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സലീം ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി നേതാവൻ. അതുകൊണ്ടാണോ? ഇവിടെ UDF ആണ് ജയിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ അതാണ് കൂടുതൽ പോലെ ജയിക്കല്. ആണോ? ആര് ജയിച്ചാലും ഞങ്ങൾ കണക്കാം. ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ ആര് ജയിച്ചാൽ ഞങ്ങൾ വണ്ടി ഓടിക്കണ്ടേ. ജയിക്കുന്നവർക്കല്ലേ മെച്ചുള്ള കാര്യമുള്ളൂ. ആണോ? അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. ഫിറോസ്. എന്തുകൊണ്ടാണ് ഫിറോസിന്റെ പേര് പറയുന്നത്? നമ്മുടെ പാർട്ടിക്കാരനാണ്. അതുകൊണ്ടാണ് ഫിറോസിന്റെ പേര് പറയുന്നത്.
ജയിക്കുന്ന പറയുന്നത്? ഇവിടെ നമ്മളെ കൊടുവള്ളി മടവൂർ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ മത്സരിച്ചത്. ആര്? സലീം. ആ. സലീം അതുകൊണ്ട് അവനും ജയിച്ചോട്ടെ. സലീം ജയിക്കുന്ന മടവൂർ പഞ്ചായത്തിലുള്ള ആള്. എന്തുകൊണ്ടാണ് അങ്ങനെ ജയിക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ അങ്ങനെ ചെറുപ പിടിക്കുന്ന ആളൊന്നുമല്ല, വോട്ട് ചെയ്യുന്ന ഒരാളാണ്. മടവൂർ സലീം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ മുന്നേറ്റമുണ്ട്. ആണോ? ആ. മടവൂർ സലീം ജയിക്കുന്ന പറയുന്നത്? ജയിക്കുന്നു. എന്തുകൊണ്ടാണ് ജയിക്കുന്ന പറയുന്നത്? ജയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിന്റെ പ്രവർത്തനം അങ്ങനെയാണ്. ആണ്, അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കൊടുവള്ളി മുനീർ സാഹിബ് വികസനം കൊണ്ടുവന്നുകൊണ്ട് സലീം മടവൂർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല ഭരണമാണ്. ആണോ? അതുകൊണ്ടാണ്. ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നു. അതുകൊണ്ടാണ്. എന്റെ അഭിപ്രായത്തിൽ ഫിറോസ് ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഫിറോസ് യുവാവാണ്. പിന്നെ കുറച്ചൊരു ഇതുള്ള ആള്, വ്യക്തിത്വമുള്ള ആളുമാണ്. അതുകൊണ്ട് ഫിറോസ് ജയിക്കണം എന്ന് പറയുന്നത്? സലീമാണ് ജയിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സലീമാണ് വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറ്റിട്ട് ഒരുപാട് ജന ഉപകാരപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ? അതുകൊണ്ട് തന്നെയാണ്. ഒരു വോട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, അത് ആർക്കാണ് ചെയ്യാം? നമുക്ക് ആൾക്കാർ ചെയ്തിട്ട്. ആണ്. അതെ, അതാണ്. അതെ. അറിയില്ല. എന്തോ നിങ്ങൾ ഇവിടെ വോട്ട് ചെയ്യലുണ്ടാ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഇവിടെ ലീഗിന്റെ മണ്ഡലമാണ്. ആണ്, അതുകൊണ്ടാണ്. ഒരു മണ്ഡലമാണല്ലോ, കുറച്ച മണ്ഡലം. അപ്പോൾ ഞങ്ങൾ ശക്തമായ വോട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ UDF സ്ഥാനാർത്ഥി ജയിക്കും. അങ്ങനെയാണ്. സലീം മടവൂർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, അങ്ങനെ എല്ലാ ഭരണവും കൊല്ലത്തിലും ഭരണം അങ്ങനെ തന്നെ. ഓരോരുത്തരും മാറുന്നുണ്ട്, ഇങ്ങോട്ട് മാറുന്നുണ്ട്, അങ്ങോട്ട് മാറുന്നുണ്ട്, ഓരോരുത്തർക്ക് ഓരോ രാഷ്ട്രീയം ഉണ്ടാകും. ആര് ജയിക്കണം എന്നുള്ളതാണ്? ഞാൻ സലീം മടവൂർ. സലീം മടവൂർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സലീം മടവൂർ ഇവിടെ ജനകീയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു ആളാണ്. ആണോ? അതുകൊണ്ട് ജയിക്കണം എന്നാ പറയുന്നത്? ഫിറോസ് ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രതികാര നടപടികളാണ് എടുത്തത്. പിന്നെ കഴിഞ്ഞ LDF സർക്കാർ MLA UDFന്റെ ആയിരുന്നു. അയാൾ ചോദിച്ചു പോലും ഒരു സാധനവും കൊടുത്തില്ല. ഒരു വികസനത്തിന് വേണ്ട കാര്യങ്ങളൊന്നും അവർ പ്രതികാര നടപടി പോലെ എടുക്കുക. അതുകൊണ്ടാണ് നമുക്ക് UDF ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് വെച്ചാൽ ഇടതുവശത്ത് വേണ്ടത് കുറേ ആൾക്കാർ പല വിഷമങ്ങളും പിടിക്കിപ്പോയി. അതുകൊണ്ട് ഫിറോസ് ജയിക്കണം എന്നാ പറയുന്നത്? ഫിറോസ് ജയിക്കണം. ഫിറോസ് ജയിക്കണം. ഫിറോസ് അയക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ ലീഗിന്റെ കുറച്ച് കോട്ടാണിത്. ആണ്, അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ നാട്ടുകാരനായതുകൊണ്ടാണോ? അങ്ങനെയാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നാട്ടുകാരനാണ്. ആണ്, അതുകൊണ്ട് ജയിക്കണം എന്ന് പറയുന്നത്? അതൊന്നും ഇപ്പൊ അറിയൂല. ആണോ? അറിയില്ല. ഇല്ല. വോട്ട് ചെയ്യലുണ്ടോ? വോട്ട് ചെയ്യണം. അറിയില്ല. ഇല്ല. രണ്ട് കൂട്ടരും കടാകട മത്സരമാണ്. രണ്ടു കൂട്ടരും കടാകട മത്സരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കടാകട മത്സരം എന്ന് പറഞ്ഞാല് രണ്ടു കൂട്ടരും വാശിയേറിയ മത്സരമാണ്. നല്ല പ്രവർത്തനം ഉണ്ട് രണ്ടു കൂട്ടരും. കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. പിണറായി ഭരിക്കണം ഇവിടെ. സലീം ജയിക്കണം എന്നാ പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല ഭരണമാണ് കാഴ്ചച്ച് പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ളതാണ്. അതുകൊണ്ടാണ്. ഫിറോസ് ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് നാടിന് പുരോഗതിയാണ്, ചെറുപ്പക്കാരനാണ്. അതുകൊണ്ടാണ് ജയിക്കണം എന്ന് പറയുന്നത്. നമുക്ക് ഞാനൊരു UDF പ്രവർത്തകനാണ്. അപ്പോൾ ഞാൻ സാധാരണ UDFന്റെ ഒരു അനുഭാവിയാണ്. അപ്പോൾ നാടിന് നന്മ ചെയ്യുന്ന ആരാണോ അവർ ജയിക്കണം. അത് ആരാണ് ജയിക്കേണ്ടത്? നന്മ ചെയ്യുന്ന ആൾ ആരാണോ അവർ ജയിക്കണം. അല്ല, അത് ആരാണ് നിങ്ങളുടെ മൈൻഡിലുള്ളത്? ഞാൻ UDFന്റെ ആളാണ്. അപ്പൊ PK ഫിറോസിന്റെ പേരെന്തുകൊണ്ട്? ഓക്കെ. PK ഫിറോസ്. സലീം മടവൂർ എന്ന പേരെന്തുകൊണ്ടാ പറയുന്നത്? നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ. എന്തുകൊണ്ടാണ് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്? മനുഷ്യൻ നീറ്റാണ് ആള്. നീറ്റാണോ? അതുകൊണ്ടാ ജയിച്ചാലും കണക്കാ. ഇവിടെ നല്ല ഭരണം കാഴ്ചവെക്കാണ് ആര് ജയിച്ചാലും. ജയിക്കലും നല്ല നാടിന് വേണ്ടി ഉപകാരം ചെയ്യുന്ന പോലെ ആര് ജയിച്ചാലും കുഴപ്പമില്ല. സലീം മടവൂരല്ലേ ഇയാളല്ല? അതെ. മാർക്സിസ്റ്റ് പാർട്ടിന്റെ ജയിക്കണമെന്നുള്ള താല്പര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്നുവെച്ചാല് വേറെ ആര് വന്നിട്ട് ഒരു ഗുണവും ഇല്ല. ഒരു തന്നെ പറഞ്ഞാലേ എങ്കിലും ഗുണം ഉണ്ടാവും. ഇവിടെ 1000 റുപ്യൊക്കെ പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരു പൈസയും കിട്ടിയിട്ടില്ല ഇതുവരെ. പൈസ ഇപ്പൊ 1000 റുപ്യ അല്ലെങ്കിൽ 2000 റുപ്യ പെണ്ണുങ്ങൾക്ക് കിട്ടി. സർക്കാരിൽ ഒരു 10 പൈസ കിട്ടിയില്ല നമ്മളൊന്നും വീട്ടിൽ കാലം വരെ. ഒരു പഞ്ചായത്തിൽ നിന്ന് വരെ 10 പൈസ കിട്ടിയില്ല. അതുകൊണ്ട് ആര് വരണം? ഇടതുവശം വരണം നമ്മൾ പറയുന്നത്. സലീം മടവൂരാ ജയിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ അങ്ങനെയാണ് വരുന്നത്. ആണോ? ഇപ്പോ 2006 ഇവിടെ ഇടതുപക്ഷം ജയിച്ചു. 2016 ഇടതുപക്ഷം ജയിച്ചു. 2026 ഇടതുപക്ഷമായിരുന്നു. ഫിറോസ ജയിക്കുക. എന്തുകൊണ്ട് അങ്ങനെ ഫിറോസ് ജയിക്കുന്നു പറയുന്നത്? പിന്നെ കൊടുവള്ളി മണ്ഡലം ലീഗിന്റെ UDFന്റെ ഒരു സീറ്റാണ്. അതുകൊണ്ടാണ് ജയിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഫിറോസ് അറിയപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ടാണ്. ഫിറോസ്. എന്തുകൊണ്ടാണ് ഫിറോസിന്റെ പേര് പറയുന്നത്? ഫിറോസ് ജയിക്കണമെന്ന് പറയുമ്പോൾ അവർ അഴിമതിക്കാരാണ്, കൊലപാതകമാണ്, ഉണ്ടാളാണ് മറ്റൊരു LDF. അതുകൊണ്ട് വേണ്ട. സലീം വയ്ക്കട്ടെ. എന്താ സലീം വയ്ക്കണല്ലോ അതിന് വേണ്ടി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? സലീം നല്ല മനുഷ്യനായതുകൊണ്ട്. നല്ല മനുഷ്യൻ എന്ന് പറയാൻ എന്ത് നല്ല മനുഷ്യനാണ്? നല്ല ഉപകാരമൊക്കെ ചെയ്യുന്നല്ല പറയുന്നു. ആണോ? അതുകൊണ്ടാണ്. പറയാം ആര് ജയിക്കണം എന്നുള്ളതാണ്. UDF. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കുറെ കാലമായി അങ്ങനെ 5 വർഷമായി നമ്മള് ഇനി കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അതെ. പിന്നെ
ജയിക്കണം എന്നുള്ളതാണ്. ജയിക്കണമെന്ന് തീർച്ചയായും. സലീം ജയിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നല്ല ഭരണമാണ് LDFന്റെ. ആണോ? അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ജയിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഓൻ ഒത്ത സ്ഥാനാർത്ഥിയാണ്. ആണ്. അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്. ജയിക്കും, 100% ജയിക്കും. ഫിറോസ് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെയാണ് മണ്ഡലത്തിന്റെ സ്ഥിതി. അതുകൊണ്ടാണ് ജയിക്കുന്ന പറയുന്നത്. ഉറപ്പ്. നാട് നന്നാകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ആയിക്കോട്ടെ, ആര് ജയിക്കുന്നുള്ളതാണ്? ആര് ജയിക്കുന്നപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് വെച്ചാൽ ഓന് അങ്ങനെയാണ് മോനുമായിട്ടുള്ള ബന്ധവും പഞ്ചായത്തും കൊടുവള്ളിയും ഒക്കെ ആയിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ്. രണ്ടാളും നല്ല ആൾക്കാരാണ്. അപ്പോ രണ്ടാളും നല്ല ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? നല്ല ആള് നല്ല വ്യക്തികളാണ്. പ്രശ്നത്തിന് മുൻ നിരയിൽ നിൽക്കുന്ന ഒരാള് PK ഫിറോസ് 18,000. സലീം ജയിക്കും. എന്തുകൊണ്ടാണ് സലീമിന്റെ പേര് പറയുന്നത്? സലീം ജയിക്കാനാ സാധ്യത. എന്തുകൊണ്ടാണ് സാധ്യത വരുന്നത്? സാധ്യത ഇത് ഇവിടെ കൊടുവള്ളി മണ്ഡലം എന്ന് പറഞ്ഞാല് അത് ലീഗിന്റെ ഒരു ഇതാണ്. സലീമിനാണ് ഇവിടെ ചാൻസ് കാണുന്നത്. ആണോ? PK ഫിറോസ് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളെ സംസ്ഥാന നേതാവാണ്. ആണ്. അതുകൊണ്ട് ജയിക്കണം എന്നാ പറയുന്നത്. ആലോചിച്ചാൽ കണക്കാതാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാനായിട്ട് ആലോചിച്ചാൽ ജയിച്ച പോലെ അങ്ങ് പോകുക എന്നാൽ നമുക്ക് എന്തോ ഉപകാരമുണ്ട്. അതന്നെ. അതാണ്. എല്ലാവരും വരട്ടെ, നല്ലവര് വരട്ടെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് നല്ലവര് വരട്ടെ എന്ന്. നല്ലൊരു വരട്ടെ? അതുകൊണ്ടാ UDF മുൻതൂക്കം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഇവിടുത്തെ 10 വർഷമായിട്ടുള്ള ഒരു തരംഗം എന്താ ഈ ഭരണത്തിന്റെ ഒരു താല്പര്യക്കുറവ് ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണോ? അതുകൊണ്ടാണ് തീർച്ചയായിട്ടും. സലീം മടവൂർ ജയിക്കണം എന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇടതുപക്ഷ ചിന്താഗതിയാണല്ലോ. ഇടതുപക്ഷത്തിന്റെ 10 വർഷത്തെ ഭരണം നല്ലൊരു ഭരണമല്ലേ. അതുകൊണ്ട് ജയിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജയിക്കണം തന്നെയാണ്. ഇവിടെ ജയിക്കണം വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിൽ മുന്നേറെ അവിടെ ജയിച്ചു. പറയപ്പെട്ട വികസന പ്രവർത്തനമൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അവിടെ കാണാനില്ല. പിന്നെ അയാൾ ജയിച്ചിട്ട് കാര്യം മറ്റാകുമ്പം ഭരണപക്ഷത്തിലുള്ള സലീം മടവൂർ നല്ലൊരു വ്യക്തിയാണ്. സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയാണ്. അയാൾ ജയിച്ചാൽ നമുക്ക് ഈ കൊടുവള്ളി മണ്ഡലത്തിന് ഒരു ഗുണം കിട്ടും. സലീമോ? എന്തുകൊണ്ടാണ് സലീമിന്റെ പേര് പറയുന്നത്? ഓരോരോ ഇതാണല്ലോ നമ്മള് പാർട്ടിന്റെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. ആണോ? അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? UDFന്റെ വാർഡാകും. ആണോ? അതുകൊണ്ടാണ്. ഫിറോസ് ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഇതിനെ കൊണ്ട് ഫിറോസ് ജയിക്കണം എന്ന് പറയുന്നത്. ഫിറോസ് ജയിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. സലീം. എന്തുകൊണ്ടാണ് സലീമിന്റെ പേര് പറയുന്നത്? സലീം എന്ന പേരെന്ന് പറഞ്ഞാല് അഴിമതിയില്ല, ഒന്നുമില്ല, ഒരു കറവറില്ലാത്ത നല്ല രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഏതോ കാലം മുതൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അവന് ജാതിയില്ല, മതമല്ല, ഒന്നുമില്ലാണ്ട് നോക്കുന്നത്. അതുകൊണ്ട് അവന് എല്ലാവരും വോട്ട് ചെയ്യും, ജയിക്കും. LDF. എന്തുകൊണ്ടാണ് LDF? LDF ആണ് പുരോഗതി ഉണ്ടാക്കലും കുറെയൊക്കെ മാറ്റങ്ങളുള്ളത്. അതുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കുന്നത് ഫിറോസ് ജയിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഫിറോസ് ജയിക്കണമെന്നല്ല, 10 വർഷമായില്ല ഇപ്പൊ ഇവിടെ ഭരിക്കുന്നത് LDF. അതുകൊണ്ട് ഒരു മാറ്റം വരണം. സലീം മടവൂർ ജയിക്കാനാണ് സാധ്യത. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് നല്ല വികസനം. അയാൾ നല്ല ആളുള്ള കാലത്ത് അയാൾ വേണ്ടോണൊക്കെ ഓരോരുത്തർക്ക് ചെയ്തിട്ട്. ആണോ? അതുകൊണ്ടാണ്. അയാൾ ഹോസ്പിറ്റലിലൊക്കെ പല കോളേജിന്റെ അതിൽ പല ആൾക്കാരോടും പല നല്ല കാര്യങ്ങളൊക്കെ അയാൾ കുറെ ചെയ്തിട്ട്. അതുകൊണ്ടാണോ? അതുകൊണ്ട് അയാൾ നല്ല ചെയ്താണല്ലോ നോക്കേണ്ടി നമ്മൾ ആൾക്കാരാ. ഫിറോസ് ജയിക്കല്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഭൂരിപക്ഷമുള്ള മണ്ഡലാണ്. ആണ്. അതുകൊണ്ട് ഫിറോസ് ജയിക്കുന്ന പറയുന്നത് ജയിക്കലാണ് അല്ലേ? നമുക്ക് മടവൂർ സലീമാണ് ജയിക്കേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? എന്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ നാട്ടുകാരനാണ്. കാര്യങ്ങൾ എന്തോ പറഞ്ഞാൽ അവനെ ചെയ്തു തരൂ. ആണോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ട്. മെഡിക്കൽ കോളേജൊക്കെ ബന്ധപ്പെടേണ്ട ആവശ്യം വന്നാൽ അവനെ ചെയ്തു തരും നമുക്ക്. ഫിറോസ് തന്നെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു ചെറുപ്പക്കാരെ കൂടുതലുള്ള ഒരു നേതാവല്ലേ. അതുകൊണ്ട് ഫിറോസ് പറ്റെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഫിറോസ്. സലീം മടവൂർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു വ്യക്തി നല്ല വ്യക്തിയാണത്. നല്ല സഹായങ്ങളും ചെയ്യും. മതരാഷ്ട്രീയം നോക്കാണ്ട് സഹായം ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെയാണ്. ഇവിടെ മടവൂർ സലീം ജയിക്കണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വികസന നായകനാ. വികസന നായകനാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് ഇവിടെ മർക്കസ് മാഷാണ്. ഇവിടെ മെഡിക്കൽ കോളേജിന്റെ ഒരാളാണ്. നമുക്ക് നല്ല സഹായം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ആരും ജയിക്കും, ഏകദേശം ഒരേ സെയിം ആയിട്ടാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പരസ്പരം കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നു. ആണ്. അതുകൊണ്ട് പറയാൻ പറ്റുമോ? ഉറപ്പ് പറയാൻ പറ്റില്ല. ആര് ജയിച്ചാലും കണക്കാണ്. ആണ്. അതുകൊണ്ട് അഭിപ്രായം പറയാൻ പറ്റില്ല. ഇല്ല. ഫിറോസ് ജയിക്കുന്ന വിചാരിക്കുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതായത് കുറെ 10 കൊല്ലം LDF ഭരിച്ചാണല്ലോ. മാറ്റത്തിന് ഇവിടെ സലീം മടവൂർ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ 5 വർഷക്കാലം കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ വികസന പുറകോട്ടടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് മുൻപത്തെ 1ാം പിണറായി ഗവൺമെന്റ് കാലത്ത് ഒരുപാട് വികസനങ്ങൾ. അതുകൊണ്ട് ജയിക്കണം. വികസന മുരടിപ്പോണ്ടാണ് സലീം ജയിക്കണം എന്ന് പറയുന്നത്. അതെ. ഓക്കെ. വികസന മുരടിപ്പാണ്. സലീം മടവൂർ എന്ന് പറഞ്ഞാൽ ഈ കൊടുവള്ളി മണ്ഡലത്തിനകത്ത് സുപരിചിതനാണ്.
ജനങ്ങളുടെ ഏത് പ്രശ്നത്തിനകത്തും കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് നാടിനകത്ത് പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കിടയിലുള്ള ജനനായകനാണ് സലീം മടവൂർ. സലീം മടവൂർ ജയിക്കണം. സലീം മടവൂരാണ് ജയിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ വികസനം കൊണ്ട് ആണ് ജയിക്കുന്ന പറയുന്നത്. കൊടുവള്ളിയിൽ UDF ജയിക്കും. ആണല്ലേ? UDF വൻ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം കൊടുവള്ളി മണ്ഡലത്തിലെ സ്ഥിതി അങ്ങനെയാണ്. ആണ്. പിന്നെ കഴിഞ്ഞൊരു സമയത്ത് മാത്രം ലീഗിന് ഇടഞ്ഞു നിന്ന ഒരാൾ ജയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അയാളിപ്പോ വീണ്ടും UDF തിരിച്ചെത്തിക്കുന്നു. അതുകൊണ്ട് ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷത്തിന് ഫിറോസ് ജയിക്കും. ആണ്. ഫിറോസിനെ പറ്റി നല്ല അഭിപ്രായമാണ്. ആണ്. അതുകൊണ്ടാണ് ഫിറോസ് ജയിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നടക്കും എന്നുള്ളൊരു വിശ്വാസം. ഫിറോസിനാണ് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞങ്ങൾ ആ പാർട്ടിക്കാരാണ്. പണ്ട് ജയിക്കും എന്നുള്ള ആഗ്രഹം ഞങ്ങളുണ്ട്. അതുകൊണ്ടാണ് മണ്ഡലത്തില് സലീം മാഷ് ജയിക്കണം എന്നാണ് നമ്മളെ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ കഴിഞ്ഞ 5 കൊല്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഉഗാണ്ടയിൽ എത്തിക്കഴിഞ്ഞു. ഒരു വികസനം ഉണ്ടായിട്ട് അതുകൊണ്ട് മാറണം എന്നാ പറയുന്നത്. മാറണം നിർബന്ധമായിട്ട്. ഇവിടെ വികസനം വരണം. 3ാം LDF സർക്കാരിൽ ഈ മണ്ഡലവും ഉണ്ടാവണം. ഫിറോസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. ആണ്. പിന്നെ വികസനം എന്ന് പറഞ്ഞാൽ കൊടുവള്ളി മണ്ഡലത്തിൽ UDFിന്റെ കാലത്ത് നല്ല വികസനം. അതുകൊണ്ടാണല്ലേ? എന്താ പറയാ, ഓനോട് ചോദിച്ചു. നിങ്ങൾക്ക് നിങ്ങളതായ ലെവലിൽ പറയാം. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാം. നിങ്ങൾക്ക് നിങ്ങളതായ അഭിപ്രായം പറയാം. എന്നാ പറയില്ല, ഓനോട് ചോദിച്ചു. എന്തുകൊണ്ടാ പറയാത്തെ? 5 വർഷമായിട്ട് ഇവിടെ കഴിഞ്ഞ MLA കൊണ്ട് ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. അപ്പം സലീം മടവൂർ ജയിക്കണം. എന്തുകൊണ്ടാ? പ്രത്യേകിച്ചും അയാൾ ഒരു കൊടുവള്ളിക്കാരനാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ജയിക്കണം എന്നുള്ളത്. ആരാ ജയിക്കേണ്ടത്? മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കണം. അതെന്തുകൊണ്ടാ? അതെന്തുകൊണ്ടാ? ഇത്ര ഉപകാരങ്ങളൊക്കെ ചെയ്തു പോരല്ലേ, അതുകൊണ്ട് ജയിക്കണം എന്നാ പറയുന്നത്. ഇത് UDFന്റെ ഉറച്ച മണ്ഡലമാണ്. മാത്രമല്ല കേരളത്തിലെ 10 വർഷമായിട്ട് നടക്കുന്ന ഇടത് ഭരണത്തിന് ആര് ജയിക്കുന്നു? കൊടുവള്ളി PK ഫിറോസ് ജയിക്കും. UDF എന്നാ സാധ്യത? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് എന്താ പിന്നെ ഇവിടെ ഈ പഞ്ചായത്തും ഭരിക്കുന്ന UDF ആണ്. അതുകൊണ്ടാണ് പിന്നെ UDFിനാ മുൻതൂക്കം. ആണ്. ഇവിടെ ഫിറോസ് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ ഒരു ലീഗിന്റെ ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് ജയിക്കണം എന്ന് പറയുന്നത്. ജയിക്കണം. സലീം. എന്തുകൊണ്ടാണ് സലീമിന്റെ പേര് പറയുന്നത്? വികസനം തരണം. അതുകൊണ്ടാണ് സലീം ജയിക്കണം എന്ന് പറയുന്നത്. ആണ്. UDF. എന്തുകൊണ്ടാണ് UDFന്റെ പേര് പറയുന്നത്? ആണ്. അതുകൊണ്ടാ സലീം മടവൂർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പഠിച്ച ആളാണ്. നിങ്ങൾ പഠിച്ച ആളാണോ? അതുകൊണ്ടാണ് നിങ്ങൾ ജയിക്കണം എന്ന് പറയുന്നത് അല്ലേ? സലീം ജയിക്കണം. സലീം. എന്തുകൊണ്ടാണ് സലീമിന്റെ പേര് പറയുന്നത്? സലീം മടവൂർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്. ആണ്. അതുകൊണ്ടാണ് സലീം ജയിക്കണം. സലീം ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭരണം നല്ല ഭരണം ആണോ? സലീമാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എങ്ങനെ എനിക്ക് തൂക്കം ഇങ്ങനെ മനസ്സുകൊണ്ട് തോന്നുക. ആണോ? മനസ്സുകൊണ്ട് തൂക്കം തോന്നുകയാണോ? എങ്ങനെ തോന്നുകയാണ് ഇങ്ങനെ കണ്ടിട്ട്. ആണല്ലേ? പിന്നെ മടവൂർ സലീം മടവൂർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഞങ്ങളുടെ നാട്ടുകാരനാണ്. അതിന് ഇടതുപക്ഷമാണ് പിന്നെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. UDFന്റെ ആൾക്കാർ ജയിക്കണമെന്ന്. ആണ്. ഫിറോസ് ജയിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഓനൊരു യുവ നേതാവൊക്കെ അല്ലേ, അതുകൊണ്ട് ജയിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പിന്നെ വാര്യക്കാരന് നല്ലൊരു കുണ്ടപ്പനാ. അതുകൊണ്ടാണ്. ആര് ജയിക്കുന്നു ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂല. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? അതിൻ്റെതായ ഞാൻ ആ രാഷ്ട്രീയത്തിൽ അത്ര വലിയ താല്പര്യം. ആരാണ് ജയിക്കട്ടെ അല്ലേ? അതിപ്പോ പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ ചിരിക്കണേ? പറയാൻ പറ്റൂല. കോൺഗ്രസ് അധികാരത്തിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭരണമാറ്റം ആവശ്യമാണോ? അതെ. സലീം. എന്തുകൊണ്ടാണ് സലീമിന്റെ പേര് പറയുന്നത്? നല്ല നേതാവാണ്. ആണോ? അതുകൊണ്ടാണോ? അതുകൊണ്ടാണ് പറയുന്നത്. ജയിക്കേണ്ടത് സലീമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് ഇടതുപക്ഷത്തിന് തുടർഭരണം വേണമെന്നുള്ളത് ഒരു ഷുവറായ കാര്യമല്ലേ? ആണോ? എനിക്കറിയില്ല. അതെ, ഷുവറായ കാര്യം തന്നെയാണ്. ആ കാര്യത്തിലൊന്നും വ്യത്യാസമല്ല. അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സലീം മടവൂരായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു ഇതായിട്ട് കാണുന്നത്. ആണോ? അതുകൊണ്ടാ. എന്തുകൊണ്ടാണ് വരണം എന്ന് പറയുന്നത്? ഭരണം എന്തായാലും ഈ ഭരണം തന്നെ ഉണ്ടാവുക. ആണ്. ജയിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറോസ് ജയിക്കണം, ഭരണം മാറണം എന്നുള്ള. അതുകൊണ്ടാണ് ഫിറോസ് ജയിക്കും പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന് പാർട്ടിക്ക് നല്ല ആളും നാട്ടുകാരനാ ആള്. അതുകൊണ്ട് എന്താവശ്യത്തിനും പെട്ടെന്ന് കിട്ടുന്ന ആളാണ്. ആണോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണ് സലീമിന്റെ പിക്ചർ അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഫിറോസാണ് ഇവിടെ ജയിക്കൂല. ആണ്. അതുകൊണ്ടാണ് ജയിക്കുന്ന പറയുന്നത്. ജയിക്കുക. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വോട്ട് എണ്ണിട്ട് ഞാൻ പറഞ്ഞുതരാം. അത്രേ പറയാൻ പറ്റും. സലീം മടവൂർ. നാടിന്റെ ഇതുവരെയുള്ള വികസനം തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണോ? ആര് ജയിക്കണം എന്നല്ല? മാറ്റം വരണം. സലീം. എന്തുകൊണ്ടാ? ഇവിടെ മാറ്റം വരണം. ഇതുവരെ ഒരു മാറ്റം വന്നില്ല. മാറ്റം വരണം. മാറ്റം വരണം എന്ന് പറയുന്നത്. UDF ആണ് ജയിക്കല്. ആണോ? ആരാണ്? PK ഫിറോസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എനിക്കൊന്നും പറയാനില്ല, അത്രേ ഉള്ളൂ.
സലീം. എന്തുകൊണ്ടാ സലീമിന്റെ പേര് പറയണേ? നല്ല അഭിപ്രായം. ആണോ? നല്ല അഭിപ്രായം എന്നാ പറയുന്നത്. ജയിക്കണം എന്നാണ് പറയുന്നത്. ജയിക്കണം. ജയിക്കേണ്ടതെന്ന് പറഞ്ഞാല് ജനങ്ങൾക്ക് ആരാണോ എന്താ നല്ല നാട്ടിൽ ചെയ്യുന്നത് അവർ ജയിക്കണം. ആരാണ് ഇവിടെ നാട്ടിൽ ചെയ്യുന്നത്? അതങ്ങനെ ഞാനൊരു ഉറപ്പറിയില്ല. ഞാനൊരു അന്ധമായ രാഷ്ട്രീയക്കാരനല്ല. അല്ല, അതുകൊണ്ട് ഒരു പറയില്ല. നിഷ്പക്ഷമതിയാ. ആണ്. നിഷ്പക്ഷമതിയാ. ആണ്. ആ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? കൊടുവള്ളി മുനീർ സാഹിബ് വികസനം കൊണ്ടുവന്നുകൊണ്ട് നമ്മളതിൽ വികസനം ചെയ്തു. ആണ്. അതുകൊണ്ട് ഫിറോസ് ജയിക്കണം. ഫിറോസ്. എന്തുകൊണ്ടാ? കൊടുവള്ളി മുസ്ലിം ലീഗിന്റെ മണ്ഡലാണ്. അതുകൊണ്ടാണ് ഫിറോസ് മാത്രമേ ഇവിടെ ആണ്. വരാൻ ജയിക്കില്ല. ഫിറോസ് ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? നമ്മ നാട്ടുകാരനായിട്ട് ആണ്. കൊടുവള്ളി മണ്ഡലം മൂപ്പര് പിടിക്കും. ഫിറോസ് ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? വികസന പ്രവർത്തനം മുന്നിലായിരുന്നു മുനീർ സാഹിബിന്റെ, അതുകൊണ്ട് തന്നെ ഫിറോസ് ജയിക്കും. ഇവിടെ സലീം മടവൂർ ജയിക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? കാരണം ഒരു അഴിമതിയില്ല, ഒന്നുമില്ല. അയാൾ ജനകീയനാണ്. എല്ലാ കാര്യങ്ങളിലും പിന്നെ മെഡിക്കൽ കോളേജായി ബന്ധപ്പെട്ടിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം എന്ത് കാര്യത്തിലും ഏത് സമയം വിളിച്ചാലും പോകുന്ന ഒരാളാണ്. സലീം ജയിക്കണമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അതേന്ന് പറഞ്ഞാൽ ഓനെ പറ്റി നമ്മൾ നല്ല ഗുണങ്ങളെ നമ്മൾ ആണോ? എന്തുകൊണ്ടാ ഗുണം ഉണ്ടായിന്ന് പറയുന്നത്? നല്ലൊരു ഇതൊക്കെ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആണ്. അതുകൊണ്ടാ. സലീം മടവൂർ. എന്തുകൊണ്ടാ സലീമിന്റെ പേര് പറയുന്നത്? UDF-കാരനാണ് ഞാൻ. നിങ്ങൾ UDF കാരനാണോ? എന്നിട്ട് എന്തിനാ സലീമിന്റെ പേര് പറയുന്നത്? സലീമിന് സാധ്യത കൂടുതലൂടെ. ആണോ? എന്തുകൊണ്ടാ അങ്ങനെ സാധ്യത കൂടാൻ കാരണം? ഒരു മൊത്തം ടെന്റ് നോക്കിയിട്ട് എനിക്കാണ് തോന്നുന്നു. ആണോ? സലീം ജയിക്കുന്ന പറയുന്നത്. നിങ്ങൾ UDF കാരനാണ് എന്തുകൊണ്ടാ പറയുന്നത്? നിങ്ങൾ UDF കാരനാണ്. UDF-ന്റെ ഭാവിയാണ്. ആണ്. UDF-ന്റെ അനുഭാവിയാണ്. സലീം എന്തുകൊണ്ട് ജയിക്കുന്നു പറയുന്നത്? ഇടതുപക്ഷല്ലേ സലീം? എന്തുകൊണ്ടാ ജയിക്കുന്നു പറയുന്നത്? സാധ്യത അങ്ങനെ ആയതുകൊണ്ട്. ഈ 55 കൊല്ലം മാറി മാറിയിട്ടാണല്ലോ കേരളം ഭരിച്ചത്. അപ്പൊ ഒരു പുതിയ ഭരണം വന്നാൽ എന്താ? പുതിയ ഭരണം BJP വരട്ടെ. BJP കേരളത്തില് വരുമെന്നുണ്ട് പറയാൻ പറ്റൂല. എന്താ? അതങ്ങനെ ശക്തിമാര് പറയാൻ പറ്റൂല. അപ്പം BJP വരണം എന്നൊരു ആഗ്രഹം ഉണ്ട്. ആണ്. കൊടുവള്ളി മണ്ഡലത്തിൽ ആര് എന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിച്ച് കൊടുവള്ളി മണ്ഡലത്തിലെ അഭിപ്രായങ്ങളാണ് നിങ്ങളെ കൊണ്ടുപോയത്. നിഷ്പക്ഷമായുള്ള വോട്ടുകളാണ് സ്ഥാനാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. ഈ പബ്ലിക് ഒപ്പീനിയനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.